Good afternoon. Hello. Good afternoon, ma'am. Okay, prayer എല്ലാം കഴിഞ്ഞു? Yeah, prayer, ma'am. പറഞ്ഞോട്ടെ. Yes, please. Dear God, thank you for this new day. Help us to learn with open minds and kind heart. Bless our teachers, friends, and families. Guide us to do our best and treat others with respect. Amen. Thank you, ma'am. Okay, anything else you want to share? Like any thoughts, any story, any action song, anything you can do, please. Thought of the day. The struggles and challenges you face are refining you into a stronger, wiser version of yourself. Okay, fine. So, any doubts regarding anything? And record writing adamari. സെക്കൻഡ് ചെയ്ത് തീരാറായി. ഫസ്റ്റ് ചെയ്ത് തീർത്തു, സെക്കൻഡ് ചെയ്ത് തീരാറായി. സെക്കൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാ? അതായത് ഫോർത്ത് നമ്മുടെ പിക്ചർ പേസ്റ്റ് ചെയ്തിട്ട് and other puzzles and other activity. Yes. So, നമ്മളുടെ പോർഷൻസ് ഇപ്പൊ എവിടെയാ നിൽക്കുന്നത്? ഏത് പാർട്ടാണ്? പാർട്ട് 2 കഴിയാറായോ? പാർട്ട് 1ഉം പാർട്ട് 2ഉം കഴിഞ്ഞു. പാർട്ട് 2 കംപ്ലീറ്റ് കഴിഞ്ഞു. നല്ല എക്സാം ആയിരുന്നല്ലോ. ശരിയാണല്ലോ. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ എടുത്ത പോർഷൻ ടഫ് ആയിരുന്നു. ഇല്ല, കുഴപ്പമില്ല. മോക്ക് ടെസ്റ്റ് ആയിരുന്നു കൂടുതലും. 9 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. എക്സാം എഴുതുന്ന മെത്തേഡൊക്കെ ഓക്കെ ആയിരുന്നില്ലേ? ടെൻഷൻ തുടങ്ങിയപ്പോ ഓക്കെ. സെയിം പാറ്റേൺ ആയിരിക്കും നമുക്ക് മെയിൻ എക്സാം വരുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു ടേം എക്സാമും കൂടി ഉണ്ടാകും. പാർട്ട് 3യും പാർട്ട് 4ഉം കഴിയുമ്പോൾ കേട്ടോ. ഈ എക്സാമിന്റെ മാർക്ക് അറിയില്ലേ മാം? അറിയുമല്ലോ. മേ ബി നെക്സ്റ്റ് ഇപ്പം ഒരു ബാച്ചിന്റെ കോൺവെക്കേഷന്റെ തിരക്കാണ്. ഈ സാറ്റർഡേ അവർ 6 and 7 കോൺവെക്കേഷൻ ആണ്. അതൊന്ന് കഴിയുമ്പോഴേക്കും നെക്സ്റ്റ് വീക്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അതിന്റെ സ്കോർ അറിയാൻ പറ്റും. അങ്ങനെ എഴുതാൻ പറ്റാതെ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? എല്ലാവരും എഴുതി കാണും അല്ലേ? എഴുതി. എല്ലാവർക്കും ടെൻഷൻ ആയിരുന്നു, എങ്ങനെയാന്നൊന്നും അറിയില്ലല്ലോ. ഓൺലൈനായിട്ട് ആദ്യമായിട്ടല്ലേ എക്സാം. അപ്പൊ നീ നെറ്റിന്റെ പ്രോബ്ലം വരുമോ എങ്ങനെയാന്നൊന്നും അറിയണ്ടായിരുന്നില്ല. എഴുതി തുടങ്ങിയപ്പോ ഓക്കെ ആയി. പിന്നെ ടെൻഷനൊക്കെ ഉണ്ട്. രാവിലെ മുതലേ അതിനെ പറ്റി ഇങ്ങനെ ചിന്തയായിരുന്നു, എങ്ങനെയായിരിക്കും. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സാം അറ്റൻഡ് ചെയ്യണത് ഓൺലൈനായിട്ട്. അപ്പൊ ക്യാമറ ഓൺ ചെയ്ത് വെക്കണം, എക്സാം എങ്ങനെയാ എഴുതുക എങ്ങനെയാന്നൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ ഓക്കെ. സെയിം പാറ്റേണിലാണ് നമുക്ക് ഫൈനൽ എക്സാം വരിക. ഫൈനൽ എക്സാം വരുമ്പോൾ സബ്ജക്റ്റ് ആണ്, സബ്ജക്ട് വൈസ് ആണല്ലോ. ഓരോ ദിവസം ഓരോന്നായിരിക്കും അല്ലെ? ഓരോ ദിവസം ഓരോന്നായിരിക്കും. അതായത് നിങ്ങൾക്ക് ഡിപ്ലോമയ്ക്കും PGക്കും കൂടി കോമൺ ആയിട്ട് 7 സബ്ജക്ട് ഉണ്ട്. കോമൺ ആയിട്ട് ഇംഗ്ലീഷ് കൂടെ ചേർത്തിട്ടാണ് കേട്ടോ 7 സബ്ജക്ട്. മോഡ്യൂൾ 1ൽ 6 സബ്ജക്റ്റും മോഡ്യൂൾ 2 ഒരു സബ്ജക്ട് ഇംഗ്ലീഷ്. അങ്ങനെ 7 സബ്ജക്ട് ഡിപ്ലോമയും PGയും കോമൺ ആയിട്ട് അറ്റ് ടൈമാണ് എഴുതുന്നത്. ഡിപ്ലോമ സ്റ്റുഡൻസും PG ഡിപ്ലോമ സ്റ്റുഡൻസും. പിന്നെ PGക്കാർക്ക് 2 സബ്ജക്ട്സ് അഡീഷണൽ ഉണ്ട്. അത് പിന്നീടായിരിക്കും അവരുടെ അത് തീരുന്നതിനനുസരിച്ച്. പെൻഡിങ് ഒന്നും ഇടാതെ എല്ലാം പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് ചെയ്യാം. നമ്മൾ വേറെ ജോലിക്ക് പോകുന്നവരായിരിക്കാം, നമുക്ക് പല പേഴ്സണൽ എമർജൻസീസും പേഴ്സണൽ കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അതിനൊക്കെ അനുസരിച്ച് ഒന്ന് പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് ചെയ്യാം. അപ്പൊ സെക്കൻഡ് റെക്കോർഡ് ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറാന്ന് പറഞ്ഞു. സോ ഞാൻ തേർഡും ഫോർത്തിന്റെയും നമ്മളുടെ ലിസ്റ്റ് അനുസരിച്ച് സെക്കൻഡും തേർഡിന്റെയും ഡീറ്റെയിൽസ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യട്ടെ. അതായത് പാർട്ട് 1 പാർട്ട് ടേം എക്സാമിനേഷൻ കഴിഞ്ഞല്ലോ. 1 and 2 കഴിഞ്ഞു. നമ്മൾ 3ലേക്ക് പോകുന്നു. സോ അതിന്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ അതിന് മുന്നേ ആയിട്ട് തന്നെ അത് എഴുതാൻ തുടങ്ങണം. കാരണം മറിയ മോണ്ടിസോറി കൊച്ചു കുട്ടികളിൽ കണ്ട ഒരു ഡെവലപ്മെന്റ് ആണ് അവരുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റി. നമ്മൾ വിചാരിക്കും
എന്തിനാ ഇമാജിനേഷൻ? ശരിക്കും ആ ഒരു ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയുമാണ് അവർ ആ ചെറിയ പ്രായത്തില് ബർത്ത് തുടങ്ങി 6 years വരെയുള്ള ടൈമില് അവർക്ക് നല്ലൊരു ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയുമാണ് അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ, അതായത് അഡോളസൻസ് അഡൾട്ട്ഹുഡിലേക്കൊക്കെ പോകുമ്പോൾ നമുക്കറിയാം പഠിക്കുന്ന കാലഘട്ടം, പിന്നെ ജോലി സെറ്റ് ചെയ്യുന്ന കരിയർ ബിൽഡ് ചെയ്യുന്ന ടൈമാണ്. അതിന്റെയൊക്കെ ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് ഈ ഏജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടൈമില് ഇമാജിനേഷനും ആ ഒരു ക്രിയേറ്റിവിറ്റി, അത് അവർക്ക് ക്രിയേറ്റീവായിട്ട് പല കാര്യങ്ങളും അവരുടെ അക്കാദമിക്സിൽ ചെയ്യാനായിട്ട് പറ്റും. അക്കാദമിക്സ് നല്ല രീതിയിൽ ഫ്ലറിഷ്ഡ് ആയിട്ട് പോകുമ്പോൾ ഡെഫിനറ്റ്ലി അത് അവരുടെ കരിയർ സെറ്റ് ചെയ്യുന്നതിൽ അവരെ ഹെൽപ്പ് ചെയ്യും. കുറെ ഫേമസ് ആയിട്ടുള്ള ആളുകളെയൊക്കെ നമുക്കറിയാലേ, അവരുടെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് പ്രാക്ടീസ് ചെയ്ത് വരുന്നതിന്റെ അവർ വലുതാവുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. പലപ്പോഴും കുഞ്ഞുങ്ങളിലൊക്കെ റോങ് മെസ്സേജ് വരുന്ന ചില കാര്യങ്ങളുണ്ട്, അതില്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം ചില ആളുകൾ നമുക്ക് നമ്മുടെ ചുറ്റിലും അങ്ങനെയുള്ള ആളുകളെ കാണാനായിട്ട് പറ്റും. പഠിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, മാർക്കിലൊന്നും കാര്യമൊന്നുമില്ല, ഞാനൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ ഞാനിപ്പോ മേ ബി അയാളൊരു കോടീശ്വരനായിരിക്കാം. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവമല്ലേ, എല്ലാവർക്കും അത് പറ്റും. നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ നമ്മളുടെ സെൽഫ് മെയ്ഡ്, നമ്മളുടെ സെൽഫിനെ നമ്മൾ തിരിച്ചറിയും, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ ആ ഡെവലപ്മെന്റ് പ്രോസസ് നിൽക്കില്ല, അത് കണ്ടിന്യൂസ് ഒരു ഗ്രോയിങ് പ്രോസസ്സാണ്. നിങ്ങൾ ഡെവലപ്മെന്റ് ഓൾറെഡി കഴിഞ്ഞു. അങ്ങനെ റോങ് മെസ്സേജ് കൊടുക്കുന്ന ചിലതൊക്കെ കുട്ടികൾ കാണും. അവര് ചോദിക്കുന്നത് എന്തിനാ പഠിക്കുന്ന, ഈ മാർക്കിലൊന്നും കാര്യമില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ചില ഇടങ്ങളിൽ ചെല്ലുമ്പോൾ മാർക്ക് ഒരു ക്രൈറ്റീരിയ തന്നെയാണ്. ഒത്തിരി ലോ മാർക്ക് ആയി പോകാതെ നല്ല ആളുടെ പൊട്ടൻഷ്യലിനനുസരിച്ച് സ്കോർ ചെയ്യാന്നുള്ളതും ഉണ്ട്. അല്ലാതെ മാർക്ക് ഇമ്പോർട്ടന്റ് അല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. നമ്മളെ വാല്യൂ ചെയ്യുന്ന, ഒറ്റ നോട്ടത്തിൽ വാല്യൂ ചെയ്യുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് നോക്കിയിട്ടാണ്. പിന്നെയാണ് അവർ നമ്മുടെ പെർഫോമൻസ് നോക്കുന്നത്. ചില ആളുകൾ പെർഫോമൻസ് ഓക്കെ ആണെങ്കിൽ അവരുടെ മാർക്ക് കുറവാണെങ്കിൽ അത് ബോധറിയില്ല. പക്ഷെ ചിലരങ്ങനെ ആവണമെന്നില്ല. പിന്നെ കുട്ടികൾ ഈ ഭയങ്കര മോട്ടിവേഷൻസ് നൽകുന്ന ആളുകളുടെ ബുക്സ് ഒക്കെ കുറെ വാങ്ങിച്ചിങ്ങനെ വായിക്കുന്ന ചില കുട്ടികൾ കാണുന്ന ഒരു പ്രവണതയാണ് ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഒക്കെ. ചിലരട്ടോ, എല്ലാരും അല്ല. അവരിങ്ങനെ പറയും ഇങ്ങനെ മാർക്ക് നല്ല കാര്യം. അവര് വന്ന വഴി കാണുമ്പോഴേക്കും കുട്ടികളുടെ ധാരണ എനിക്കും അപ്പൊ ഇങ്ങനെയാകാം. നമ്മളുടെ ജനറേഷൻസ് പലതും മാറിക്കഴിഞ്ഞു, കോമ്പറ്റീഷൻ കൂടി വരുന്നു, ചെറിയൊരു പെർസെന്റേജിന്റെ വ്യത്യാസത്തിൽ പോലും അഡ്മിഷൻ കിട്ടാതെ വരുന്നു കുട്ടികൾക്ക്, അങ്ങനെ മാറിപ്പോകുന്നു അഡ്മിഷൻ, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ പരീക്ഷ എഴുതുന്ന +1 +2 ചില സ്കൂളുകളിലെ കുട്ടികളിൽ കാണുന്ന ഒരു പ്രവണതയാണ്, അവർക്ക് അറിയാമെങ്കിലും മടിയായി എഴുതാൻ പരീക്ഷയ്ക്ക്. ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 100 വേർഡ്സിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ജസ്റ്റ് പോയിന്റ്സ് 1-2 പോയിന്റ് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള മാർക്കിനുള്ളത് മാത്രം എഴുതി വെച്ചിട്ട് പോകും, മുഴുവൻ അറിയാമെങ്കിൽ പോലും. ഞാൻ ആ ഒരു സ്കൂളിലെ ടീച്ചർ എന്നോട് ഷെയർ ചെയ്തതാണ്. ടീച്ചർ ആൻസർ ഷീറ്റും എനിക്ക് കാണിച്ചു തന്നു. കുട്ടിക്ക് അറിയാം അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷെ അവൻ എഴുതില്ല പേപ്പറിൽ. തൽക്കാലത്തേക്ക് ജയിക്കാനുള്ള ആവശ്യത്തിനുള്ള മാർക്ക് മതി എന്നുള്ളത്, അങ്ങനെയും ഒരു ആറ്റിറ്റ്യൂഡ് കുട്ടികളിലായി വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയല്ല കേട്ടോ, അല്ലാതെ ഉണ്ട്. ഓക്കെ മാം, നമുക്ക് ക്ലാസ് റൂം ആപ്പിൽ 5th റെക്കോർഡ് ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ മാം. അത് ഇരുന്നോട്ടെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മോഡ്യൂൾ 3 ഇല്ലേ, മോഡ്യൂൾ 3 നമുക്ക് പ്രാക്ടിക്കൽ ആണ്. മോഡ്യൂൾ 3യുടെ പ്രാക്ടിക്കല് അത് 5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് മറിയ മോണ്ടിസോറി ക്ലാസ് റൂം എന്നല്ല അവര് പറയുന്നത്, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റ്, അത് നമ്മൾ ഈ പാർട്ട് 3 കാണുന്നത്. ആ 5 ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ട് മറിയ മോണ്ടിസോറി. ആ 5 ഏരിയ ആണ് നമ്മുടെ മോഡ്യൂൾ 3യിലെ 5 പാർട്ട്. നമ്മളെ റെക്കോർഡ്, അതായത് ക്ലാസ് റൂമിൽ ഷെയർ ചെയ്ത റെക്കോർഡിന്റെ കോപ്പി ഇല്ലേ, അതിൽ മുഴുവനും മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത 5 ഏരിയയിൽ കുട്ടികൾ ആക്ടിവിറ്റി ചെയ്യുന്ന മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. ആ മെറ്റീരിയൽസിന്റെ ഫീച്ചേഴ്സ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അപ്പോൾ അത് നല്ലൊരു റെക്കോർഡ് ഒരു കുട്ടി എഴുതിയത് നമ്മൾ ഷെയർ ചെയ്ത് തന്നായിരുന്നു. എന്റെ റെക്കോർഡിലെ ഡേറ്റാസ് ആയിരുന്നു. എന്റെ റെക്കോർഡിൽ കുറെ സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഗ്രാമർ മിസ്റ്റേക്കും കാര്യങ്ങളും ഉള്ളത് കാരണം ഞാനത് വേറൊരു ബാച്ചിലെ കുട്ടിയെ കൊണ്ട് നല്ലപോലെ എഴുതിച്ചിട്ട് അത് ഷെയർ ചെയ്തത്. അപ്പൊ റീഡബിൾ അല്ല എന്നൊക്കെ ചില ബാച്ചിൽ നിന്നൊക്കെ വരുന്നുണ്ടായിരുന്നു കമന്റ്സ്. അപ്പൊ അതില് മറിയ ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിനെ കുറിച്ച് ഉള്ള അതിന്റെ ഫീച്ചേഴ്സ്, അതുകൊണ്ട് കുട്ടി എന്ത് മനസ്സിലാക്കണോ, അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്നത്. ബാക്കിയെല്ലാം നിങ്ങളുടെ മോഡ്യൂൾ 3 ഉണ്ട്. അപ്പൊ വെറുതെ കോപ്പി ചെയ്ത് വെക്കണ്ടല്ലോ, നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രമാണ് ആ റെക്കോർഡ് ബുക്കിൽ. നിങ്ങളുടെ മറ്റുള്ള 4 റെക്കോർഡ് കഴിയുമ്പോൾ മാത്രം അത് കോപ്പി ചെയ്താൽ മതി. അതായത് നമ്മൾ പ്രാക്ടിക്കൽ തുടങ്ങാറാകുമ്പോൾ. പാർട്ട് 3
മൊഡ്യൂൾ 1 പാർട്ട് 3 എടുത്ത ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു യൂണിറ്റ് 3 ഒക്കെ കഴിയാറാകുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷന്റെ ഡെമോ തുടങ്ങും. മെറ്റീരിയൽസ് വെച്ചിട്ട് അതിന്റെ ഡെമോ ക്ലാസ് ഓൺലൈനായിട്ട് ടീച്ചേഴ്സ് പാരലലി സ്റ്റാർട്ട് ചെയ്യും. ഞാൻ അതിന്റെ തിയറി എടുക്കും. പാരലലി ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഡെമോ ക്ലാസ് തരും. അത് കൂടാതെ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് വന്ന്, ഒരു സാറ്റർഡേ ആയിരിക്കും, നേരിട്ട് വന്ന് ഇത് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഒരുക്കും. നേരത്തെ അറിയിക്കും. ഇപ്പൊ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് വരേണ്ടവരാണെങ്കിൽ നേരത്തെ വരാം. ആ ഒരു രീതിയിൽ നേരത്തെ ഇൻഫോം ചെയ്യും. അപ്പോ അത് ഒരു സാറ്റർഡേ ആയിരിക്കും. കാരണം ബാക്കിയുള്ള ക്ലാസ്സുകളെ അഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും സെഷൻ കിട്ടും. നേരിട്ട് വന്ന സെഷൻ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാം. അപ്പൊ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വരും. അറിയാൻ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിനെ കുറിച്ച്. ഈ 4th സാറ്റർഡേ ഒക്ടോബർ 4th 10th ബാച്ചിന്റെയാണ് നടക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളുടെ പിന്നെ 11th അത് കഴിയുമ്പോൾ നിങ്ങളുടെ വരുമല്ലോ, ഒരു നവംബർ ലാസ്റ്റോ ഡിസംബർ ആദ്യമോ അങ്ങനെയുള്ള മന്തിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നവംബർ ആദ്യം തന്നെ വരുമായിരിക്കും. ഒക്ടോബർ ലാസ്റ്റ് ചിലപ്പോൾ 11th വയ്ക്കും. പിന്നെ നവംബർ 1st ചിലപ്പോൾ നിങ്ങൾക്ക് വയ്ക്കാം. അങ്ങനെ ആ ഒരു രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഇൻഫോം ചെയ്യും. പിന്നെ മോഡ്യൂൾ 3 കംപ്ലീറ്റ് ഒരു ബ്രീഫിംഗ് സെഷൻ ഞാൻ ഒരു ദിവസം നൈറ്റിൽ എടുക്കും. പ്രാക്ടിക്കലിന് നിങ്ങൾ വരുന്നതിന് മുമ്പ് ഒരു ദിവസം നൈറ്റിൽ ആ സെഷൻ മുഴുവൻ എടുക്കും. അതാകുമ്പോൾ എല്ലാവർക്കും കയറാൻ പറ്റും. മോണ്ടിസോറി മെത്തേഡിൽ തിയറിയേക്കാളും കൂടുതൽ പ്രാക്ടിക്കലാണ്. നമുക്ക് എന്താണ് ആ പ്രാക്ടിക്കലിനെ കുറിച്ച് അറിയുന്നതെന്നാണ് എവിടെയും ഇന്റർവ്യൂ പോകുമ്പോൾ അവർ ചോദിക്കുന്നത്. മോണ്ടിസോറി സ്കൂളാണെങ്കിൽ മോണ്ടിസോറി മെറ്റീരിയൽസ് എത്രത്തോളം നമുക്ക് അറിയാം, അതാണ് അവർക്ക് അറിയേണ്ടത്. തിയറിക്ക് നമ്മൾ ഭയങ്കര മാർക്ക് വാങ്ങിച്ചു എന്നുള്ളത് അവർ ഒരുപക്ഷെ അവർ ശ്രദ്ധിച്ചെന്ന് വരില്ല. പ്രാക്ടിക്കൽ സെഷനിൽ നമ്മുടെ പെർഫോമൻസ് അവർ നോക്കും, മാർക്കുകളും കാര്യങ്ങളും ഒക്കെ. പ്രാക്ടിക്കലാണ് ശരിക്കും. അതുകൊണ്ടാണ് വൈവ ഇത്ര ഇമ്പോർട്ടന്റ് മോണ്ടിസോറി മെത്തേഡിൽ. ഓക്കെ, സോ നമുക്കിപ്പോ ഇനി റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയട്ടെ. സ്റ്റോറി റെക്കോർഡും റൈം റെക്കോർഡും. അഞ്ച് റെക്കോർഡ് ബുക്കും വാങ്ങിച്ചോ, അതോ 2 വാങ്ങിച്ചിട്ട് ചെയ്തിട്ട് പിന്നെ വാങ്ങിക്കാൻ, അങ്ങനെ എന്തെങ്കിലാണോ? ഒരു ഡൗട്ട്, രണ്ടെണ്ണം വാങ്ങിയത് കിട്ടും. ഒരു ഡൗട്ട്. ഈ അപ്പാരറ്റസ് റെക്കോർഡ് ഇല്ലേ, അത് നമ്മൾ എന്തായാലും കോപ്പി ചെയ്യണ്ടേ വേറെ റെക്കോർഡ് ബുക്കിലേക്ക്? അതെ, ഓക്കെ, അത് ലാസ്റ്റ് ചെയ്താൽ മതി അല്ലേ? ഈ 2 ലാസ്റ്റ് മതി. റെക്കോർഡ്. അതെ, 4 റെക്കോർഡ്. കാരണം ഇതിനാണ് മറ്റേ നമ്മൾ കോപ്പി ചെയ്യുവാണ്. കോപ്പി ചെയ്യുമ്പോൾ നമ്മൾ 1 ടൈം റീഡിംഗ് ആണ്. ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ മെറ്റീരിയൽസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ പ്രാക്ടിക്കൽ സെഷൻ പിക്ചേഴ്സും കൂടി തന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ പേസ്റ്റ് ചെയ്യണോ? നമ്മൾ എഴുതുന്ന ആ ഒരു ടൈറ്റിലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിക്ചേഴ്സ് അതിന്റെ ലെഫ്റ്റ് സൈഡിലെ പോർഷൻ ഉണ്ടല്ലോ, ഒരു പേജ് ഉണ്ടല്ലോ, അവിടെ ഒട്ടിക്കണം. കിട്ടാത്ത മെറ്റീരിയൽസ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്തൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഞാൻ ടൈം കിട്ടുമ്പോൾ അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചതാണ്. നോക്കട്ടെ. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മളുടെ അടുത്ത റെക്കോർഡ്. 2 റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞു. നിങ്ങളത് ഓൾമോസ്റ്റ് ഫിനിഷ് ആക്കാറായെന്ന് വരുന്നു. വെരി ഗുഡ്. അടുത്തത് ഇല്ലിസ്ട്രേറ്റഡ് ആക്ഷൻ റൈം ബുക്ക്. ഇവിടെ നമുക്ക് ഓരോ തീം തന്നിട്ടുണ്ട്. ഓരോ തീമിന് കറസ്പോണ്ടിങ് ആയിട്ട് വി ഹാവ് ടു പ്രിപ്പയർ 2 poems, 2 rhymes വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ആ ഇല്ലസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ റൈമിനും കറസ്പോണ്ടിങ് ആയിട്ട് പിക്ചറും നമ്മൾ പേസ്റ്റ് ചെയ്യണം. വരയ്ക്കാം, അല്ലെങ്കിൽ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ പിക്ചർ പേസ്റ്റ് ചെയ്യുക, റൈറ്റ് സൈഡിൽ ആ റൈം എഴുതുക. പിന്നെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ റൈം നമ്മൾ എഴുതുന്നത്. ത്രൂ ആക്ഷൻസ് നമുക്ക് അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ അതുപോലെ ക്യൂട്ട് ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം. ഇതെവിടെ നോക്കി കോപ്പി പേസ്റ്റ് ചെയ്യല്ല വേണ്ടത്, ഓൺ ക്രിയേഷൻ ആയിരിക്കണം. തന്നെ എഴുതണം. ഇംഗ്ലീഷിലായിരിക്കണം. വളരെ സിമ്പിൾ ഇംഗ്ലീഷ് മതിയല്ലോ, കുഞ്ഞുങ്ങളുടെ അടുത്തല്ലേ. പിന്നെ ഒരു 8 to 12 ലൈൻസ് ഇനഫ്. കാരണം വലിയൊരു റൈം പറഞ്ഞാൽ അവർ ശ്രദ്ധിക്കില്ല. അവർക്ക് ആ ഒരു കുറച്ചു നേരത്തേക്ക് അതിന്റെ ഒപ്പം ഡാൻസ് കളിക്കുക, ആക്ഷൻസ് കാണിക്കുക. ഒരു 8 ലൈൻ 12 ലൈൻസ് ഇനഫ്. കാരണം 8 to 12 ലൈൻസ് ആവുമ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്കും അവരും അത് ബൈ ഹാർട്ട് ചെയ്യും. അവർക്കും അത് കിട്ടും അത് പറയാനായിട്ട്. 20, 25, 30 ലൈൻസ് ഒക്കെ വരുമ്പോഴേക്കും ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ ദം ടു റീകളക്ട്. അപ്പൊ അതുകൊണ്ട്
ശ്രദ്ധിച്ച് അത് എഴുതുക. വളരെ സിമ്പിൾ ഇംഗ്ലീഷിൽ, വളരെ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നമ്മൾ ത്രൂ ദിസ് റൈംസ് അവരെ ഓരോന്ന് പഠിപ്പിക്കുക. ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ അവരെ പഠിപ്പിക്കുകയാണ്. പിന്നെ ഹെൽത്തി ഹാബിറ്റ്സ്, പിന്നെ ചില ക്വസ്റ്റ്യന്റെ ആൻസർ. ഇപ്പൊ ഫ്ലവേഴ്സിനെ കുറിച്ചിട്ട് ഇവർക്ക് EVS-ലൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ട്രീസിനെ കുറിച്ച്, ഫ്ലവേഴ്സിനെ കുറിച്ച്, വെജിറ്റബിൾസിനെ കുറിച്ച്, അതുപോലെ തന്നെ ഫ്രൂട്ട്സിനെ കുറിച്ചൊക്കെ. ഇതൊക്കെ അവരെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഒരു റൈം ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. അവർക്കും ഇൻട്രസ്റ്റ് ആയിരിക്കും, ഒരു ഓർമ്മ ഉണ്ടാവും അവർക്കത്. ഓക്കെ, ഞാൻ റെക്കോർഡ് ഒന്ന് എടുക്കട്ടെ കേട്ടോ. ഫസ്റ്റ് വൺ ആൽഫബറ്റിക്കൽ സോങ്സ്, 2 നമ്മൾ എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എഴുതിയത് നിങ്ങളോട് പറയാം. ഭയങ്കര രസമായിട്ടൊന്നുമല്ല, എന്നാലും ശ്രമിച്ചു. അപ്പം ഈ ലെറ്റേഴ്സ് എല്ലാം പിന്നെ ഫോണറ്റിക് സൗണ്ട് വെച്ചിട്ട് ആ രീതിയിൽ ആൽഫബറ്റ്സ് അങ്ങനെ റൈംസ് ഉണ്ടാക്കാം കേട്ടോ. അതൊക്കെ നല്ലതായിരിക്കും. കാരണം അവർക്കപ്പൊ പെട്ടെന്ന് തന്നെ ത്രൂ ആക്ഷൻ ആൻഡ് ത്രൂ റൈം ആ ഒരു സൗണ്ട് അവർക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഞാൻ എഴുതിയത് പിക്ചർ വരച്ചത് ഞാൻ ആദ്യം കാണിച്ചു തരാം. ക്ലാസ് റൂമിൽ കുട്ടികൾ ഇരിക്കുന്ന പോലെ പിക്ചർ വരച്ചു. പിന്നെ ഇങ്ങനത്തെ സ്റ്റെൻസിൽ ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ കേട്ടോ, കുട്ടികളുടെ കയ്യിലുണ്ടായിരുന്നു. വാങ്ങിയപ്പോൾ ഫ്രീ കിട്ടിയതോ അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. അങ്ങനെ കുട്ടികളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് ആ സ്റ്റെൻസിൽ ഞാൻ ആ ആൽഫബറ്റ്സ് എഴുതി വെച്ചു. നിങ്ങൾക്ക് ചെയ്യാം, എങ്കിലും പ്രശ്നമൊന്നുമില്ല. ആൽഫബറ്റിക്കൽ സോങ്സ് ആയതുകൊണ്ട് ഞാൻ പിക്ചർ വരച്ചതിന്റെ അവിടെ ആ ആൽഫബറ്റ്സും കൂടെ മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ഞാൻ എഴുതിയത് വായിക്കാം. വലിയ ടോണൊന്നും എനിക്കില്ല. ABCD കം ടുഗദർ, EFGH ത്രൂ ആക്ഷൻസ് അത് ചെയ്യിപ്പിക്കാം. സ്റ്റാൻഡ് ടുഗദർ, IJKL സിറ്റ് ടുഗദർ, MNOP ജംപ് ടുഗദർ, QRST റൺ ടുഗദർ, UVW ക്ലാപ്പ് ടുഗദർ, XYZ സ്റ്റേ ടുഗദർ. അതായിരുന്നു ഞാൻ എഴുതിയ ഒരു ആൽഫബറ്റിക്കൽ സോങ്. സെക്കൻഡ് വണ്ണില് ഒരു ടീച്ചറും കുട്ടികളുടെ സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു പിക്ചർ ആയിരുന്നു ഒട്ടിച്ചത്. കുട്ടികളുടെ പഴയ ടെക്സ്റ്റിൽ നിന്ന് കിട്ടിയ പിക്ചേഴ്സ് ആണ് കട്ട് ചെയ്ത് ഒട്ടിച്ചു. Come dear children, we will sing together. ABCD EFG. Clap your hands. Clap, clap, clap. Similar ഒക്കെ എവിടെയെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവും. HIJK LMNOP. Nod your head. Nod, nod, nod. നമുക്ക് ആക്ഷൻസ് കാണിക്കാം. QRST UVW. Stamp your feet. Stamp, stamp, stamp. XYZ. Shout hooray. Hooray, hooray, hooray. നമ്മളെ കുട്ടികളെ ടീച്ചിങ് പ്രാക്ടീസിനോ ടീച്ചറായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഒരു റൈമുണ്ട്. ചില റൈംസുകൾ ഫെമിലിയർ ആണ് അല്ലെ, അവർക്ക് അറിയാവുന്ന ചിലത് കിട്ടും. അപ്പൊ അത് നല്ല പോലെ പ്രാക്ടീസ് ചെയ്ത് ത്രൂ ആക്ഷൻസ് അവരുമായിട്ട് ചേർന്ന് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും. ഇഫ് യു ഹാപ്പി ആൻഡ് നോ ക്ലാപ്പ് യുവർ ഹാൻഡ്സ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹാപ്പി ആൻഡ് നോ ക്ലാപ്പ്. ഇത് നല്ല പ്രാക്ടീസ് ചെയ്ത് മാക്സിമം ആക്ഷൻസ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് ഇന്നോവേറ്റീവ് ആയിട്ട് കുട്ടികളുടെ മുന്നിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം. ഭയങ്കര ഇഷ്ടം ആ ഒരു റൈമിന്റെ ഒപ്പം അവർക്ക് കളിക്കാനായിട്ട്. കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ഞങ്ങൾ വലിയ ആൾക്കാർ ഒരു ട്രെയിനിങ്ങിന് പോയ സമയത്ത് ഐസ് ബ്രേക്കിങ്ങിന് ഞങ്ങൾ ഇതാ ചെയ്തത്. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. ഓക്കെ, നെക്സ്റ്റ് നമ്പർ സോങ്സ്. നമ്പർ സോങ്ങും ഇതുപോലെ തന്നെ ടീച്ചറും കുട്ടികളും കൂടെ ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ മുകളില് ആ നമ്പേഴ്സിന്റെ സ്റ്റെൻസിൽ ഉണ്ടായിരുന്നു. അത് മാർക്ക് ചെയ്ത് വെച്ചു. 1 തുടങ്ങി 1 2 3 4 5 6 7 8 9 0 അങ്ങനെ വെച്ചിട്ടാ ചെയ്തത്. നമുക്ക് 10 ആണ്. 1 2 enter the class, 3 4 keep your bags down, 5 6 say your prayers, 7 8 smile each other, 9 10 wish each other, say hi, say hello, say good morning, be happy, happy, happy. ഇങ്ങനെ വന്നാണ് ഞാനൊരു നമ്പർ സോങ് എഴുതിയത്. പിന്നെ ഒരെണ്ണം ചെയ്തപ്പോ നമുക്ക് 2 വേണം, അതാണ് അതിലെ ഒരു കാര്യമുണ്ട്. അപ്പൊ രണ്ടും തമ്മിലൊരു എന്തെങ്കിലും ഒരു വ്യത്യാസം വേണം, കുട്ടികൾക്ക് എന്തെങ്കിലും കിട്ടുമോ വേണമല്ലോ. ആ രീതിയിൽ നമ്മൾക്ക് അത് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ ഞാൻ എഴുതിയത് say 1 plant a tree, say 2 water daily,
Say 3, care it well. Say 4, plant more trees. Say 5, make a beautiful garden. Say 6, make it awesome. Say 7, touch and see the beauty. Say 8, feel the fragrance. Say 9, don't pluck the flowers. Say 10, love them all. ഇതായിരുന്നു. അപ്പൊ നമ്പർ സോങ്ങിനെ കുറിച്ചും ആൽഫബറ്റിക്കൽ സോങ്ങിനെ കുറിച്ചും ഒരു ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ, ക്യാപ്സൂൾ പോയിന്റ്സ്. ക്യാപ്സൂൾ നമ്മൾ പറയില്ലേ എല്ലാം ഒരു ക്യാപ്സൂൾ രൂപത്തിലേക്ക് തരുന്നു. ക്യാപ്സൂൾ പോയിന്റ്സ് എഴുതിയപ്പോ ഞാൻ 4 ലൈൻസിൽ അത് ചെറുതാക്കി. അപ്പൊ അത് ഇത്തിരി കൺഫ്യൂസിങ് ആയിരുന്നു. എന്തെഴുതും, ചെറുതായിട്ട് 4 വരിയിൽ എഴുതുക എന്നുള്ള എന്തായിരിക്കും ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ എഴുതിയതാണ്. എനിക്ക് ടോം ആൻഡ് ജെറി ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അത് മനസ്സിൽ വെച്ചിട്ട് ഒരു റാറ്റും ക്യാറ്റിന്റെയും തമ്മിലുള്ളത് എഴുതി നോക്കുമ്പോ അതിൽ ആകെ 4 വേർഡ്സ് കണ്ടേ വരുള്ളൂ. അത് വെച്ചിട്ടാണ് 4 ലൈൻസ് എഴുതിയത്. റാറ്റ് റാറ്റ് റൺ റൺ, ക്യാറ്റ് ക്യാറ്റ് ചേസ് ചേസ്, റാറ്റ് റൺ ക്യാറ്റ് ചേസ്, റൺ റൺ ചേസ് ചേസ്. ക്യാപ്സൂൾ പോയം എഴുതാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. ഇനി രണ്ടാമത്തെ ക്യാപ്സൂൾ പോയം എഴുതിയത് ഫ്ലവേഴ്സ് ബ്ലൂം, ഫ്രാഗ്രൻസ് സ്പ്രെഡ്സ്, ബേർഡ്സ് സിംഗ്, സ്വീറ്റ്നെസ് ഫ്ലോസ്. അതിന് കറസ്പോണ്ടിങ് പിക്ചേഴ്സ് ഇങ്ങനെ വരച്ചു. എനിക്ക് കുട്ടികൾ വരച്ചിരുന്ന പിക്ചേഴ്സ് ആട്ടോ ഇത്. എന്നിട്ട് ക്രയോൺസ് വെച്ച് കളർ ചെയ്തു. ക്രയോൺസ് അല്ല, ഓയിൽ പേസ്റ്റൽസ് വെച്ച് കളർ ചെയ്തു. ക്രയോൺസ് ആകുമ്പോൾ ആ വാക്സിന്റെ ഇതിങ്ങനെ ഇങ്ങനെ കുറയ്ക്കാൻ തരികൾ പോലെ ഇരിക്കും. ഓയിൽ പേസ്റ്റൽസ് ആകുമ്പോൾ അതിനകത്തൊരു ഉരയ്ക്കുന്ന ഒരു സ്ക്രിബർ ഒരു സാധനം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് എക്സസ് ആയിട്ട് വരുന്ന വാക്സിനെ നമുക്ക് ഇങ്ങനെ കളയാം. അപ്പൊ നല്ല ഫൈൻ ആയിട്ടിരിക്കും. ഇപ്പോഴും ആ ഒരു പേജിൽ പിടിക്കുമ്പോൾ എൻപോസ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല, നല്ല ഫൈൻ ആയിട്ടായിരിക്കും. ഞാൻ 2016-17 ആ സമയത്ത് ചെയ്ത റെക്കോർഡായിരുന്നു. പക്ഷെ കളറും ഒക്കെ ഒന്നും മാറിയിട്ടൊന്നുമില്ല. നെക്സ്റ്റ് ഫോക്ക് സോങ്സ്. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു. ഞാൻ എഴുതിയത് അത്ര ഭയങ്കര ഫോക്ക് സോങ് ആയിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. നാടൻ പാട്ടുകൾ ഉണ്ടല്ലോ, നമ്മൾക്കറിയാം ഓരോ നാട്ടിലും ഈ ഒരു ഫോക്ക് സോങ്ങിന്റെ ടോൺ ഓരോ രീതിയിലായിരിക്കും. നമ്മുടെ ഇവിടത്തെ ആയിരിക്കില്ല ചില, പക്ഷേ മണിപ്പൂരില് അല്ലെങ്കിൽ തമിഴ്നാട്ടില് അല്ലെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഡൽഹിയില് മുംബൈ ഗോവ കോസ്റ്റൽ ഏരിയയിലൊക്കെ ഫിഷർമാൻ അവർക്കൊരു പ്രത്യേക രീതിയിലുള്ള ഒരു ഫോക്ക് സോങ് ഉണ്ടല്ലേ. അത് മിക്ക മൂവീസിലും ആ ഒരു മലയാളത്തിലും ഉണ്ടായിട്ടുണ്ട്, ഹിന്ദിയിലും തമിഴിലും ഒക്കെ മിക്ക മൂവീസിലും ആ ഒരു ടോണിലുള്ള പാട്ടുകളൊക്കെ കാണാറൊക്കെ ഉണ്ട്. നമ്മളുടെ ചാന്തുപൊട്ട് മൂവിയിലും ഏകദേശം ആ ഒരു ടോണിൽ വരുന്ന ഒരു ഇതുണ്ട്. പിന്നെ വേറൊരു മൂവിയില് കമൽഹാസന്റെ ഒരു ഹിന്ദി മൂവിയിലും അങ്ങനത്തെ ഒരു അവരുടെ ഒരു ആ ഫിഷർമാന്റെ ഒരു ഇതുമായിട്ട് ടോണിൽ വരുന്ന മൂവി ഉണ്ട്. എനിക്ക് സോങ് ഉണ്ട്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടോൺസ് ഇച്ചിരി പാടാണ് കുട്ടികളുടെ ഒപ്പം ഇത് റൈം ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്ത സമയത്ത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫെമിലിയർ ആയിട്ടുള്ള ഇപ്പം ഇഫ് യു ഹാപ്പി ആൻഡ് നോ ക്ലാപ്പ് യുവർ ഹാൻഡ്സ്, അത് കുട്ടികൾക്ക് അത് ഇഷ്ടമാണല്ലോ. അപ്പൊ അങ്ങനെ അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് ഇതാണ് ഞാൻ കൂടുതലും സെലക്ട് ചെയ്തത്. ഓക്കെ, ഇതിൽ ഞാൻ എഴുതിയത് ഞാൻ വായിച്ചു തരാം. നിങ്ങൾക്ക് ഇതിന്ന് വലിയ ഐഡിയ കിട്ടാൻ വഴിയില്ല, കാരണം എനിക്ക് തന്നെ അത് അത്ര ഒരു ഫോക്ക് സോങ് ആയിട്ട് തോന്നിയില്ല. ചുമ്മാ ഈ ഫോക്ക് സോങ് ഈ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ തടിയൊക്കെ ഇങ്ങനെ ലോറിയിലേക്ക് കയറ്റുമ്പോൾ ആളുകളൊക്കെ, അതായത് ഒത്തിരി ഹെവി വർക്ക് ചെയ്യുമ്പോൾ അവരൊരു പ്രത്യേക ശബ്ദമൊക്കെ ഉണ്ടാക്കുമല്ലോ. പിന്നെ അതുപോലെ മീൻ പിടിക്കാൻ പോകുന്നവര് കടലിലേക്ക് പോകുമ്പോൾ അപ്പോഴും ഒരു ശബ്ദം ഉണ്ടാക്കും. പിന്നെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വയലിൽ കൃഷി ചെയ്യുമല്ലോ, ഞാറൊക്കെ നടന്ന സമയത്തും ഇപ്പോഴൊന്നും അതൊക്കെ കാണാനുണ്ടാവില്ലായിരിക്കും. ആളുകൾ ഒരു പ്രത്യേക ടോണിലൊക്കെ പാട്ടൊക്കെ പാടും. അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് അന്ന് കേട്ട ഓർമ്മയിലൊക്കെ വെച്ചിട്ട് ഞാൻ അതിലെ ചില വാക്കുകളൊക്കെ അങ്ങനെ കൂട്ടിച്ചേർത്ത് എന്തൊക്കെയോ ചെയ്തു. ഹിപ് ഹിപ് hooray hooray, farmers sang together happily, hares waved their head in the wind, birds sang together, hoo hoo hoo, they happily fly together, everyone feeling happy, singing together, la la la. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു ഒപ്പിച്ചു എന്ന് പറയാം. പിന്നെ അടുത്തത് ഫിഷർമെന്റെ ഇത് വെച്ചിട്ടാണ് എഴുതിയത്. ഹിയ 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 ഹിയ, ഫിഷർമെൻ ഗ്രീറ്റ് ടുഗദർ, ha ha ha, they sang together, hiya hiya, ha ha ha, they row their boat to sea for catching fish, singing yo yo la la, shouting hooray hooray. ഇത് രണ്ടും ഞാൻ ഒപ്പിക്കുമായിരുന്നു കേട്ടോ. ആൽഫബറ്റും നമ്പേഴ്സും ക്യാപ്സ്യൂൾ പോയംസും ചെയ്തതിന്റെ അത്രയും അതിന്റെ ഒരു അല്പം പോലും സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. അടുത്തത് റിഡിൽ സോങ്.
റിഡിൽ അറിയാലോ, നമ്മുടെ കടങ്കഥ. അതായത് ആ ഒരു റൈമിലൂടെ കുട്ടികൾ ഒരു റിഡിൽ അവർ ചിന്തിക്കണം. എന്നിട്ട് ലാസ്റ്റ് സെന്റൻസിൽ നമുക്ക് ആൻസർ വരും. അപ്പൊ കുട്ടികളോട് പറയുമ്പോൾ നമ്മൾ ആൻസറിന്റെ സെന്റൻസ് ലൈൻ മാത്രം പറയരുത്, ബാക്കി പറയണം. ഞാൻ വായിക്കാം. ഞാൻ ചെയ്തത്: I can fly high, I am not a bird. I am colorful, I have no wings. Everyone likes me, all are my friends. But I need thread and you, then only I can fly. Tell me, my friend, who am I? കുട്ടികളോട് വളരെ സ്ലോ ആയിട്ട് നല്ല ക്ലാരിറ്റിയോട് കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരിത് ആൻസർ ചെയ്യും. എന്നിട്ട് നമുക്ക് അവരെ കൊണ്ട് എന്താ ആൻസർ? ഈ ക്ലാസ്സിലെ ഒരു കുട്ടിക്കും അതെ കൈറ്റ് ആണ്. അപ്പൊ നമുക്ക് കൈറ്റ് ഉണ്ടാക്കിക്കാം, ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാം. കൈറ്റ് ഉണ്ടാക്കിക്കാം. നിങ്ങൾക്കും പറ്റുമെങ്കിൽ ഓരോ കൈറ്റങ്ങ് ഉണ്ടാക്കി വെച്ചു. ക്രാഫ്റ്റ് വർക്ക് നമുക്ക് കൈറ്റ് ഉണ്ടാക്കാം. വരയ്ക്കാനും എളുപ്പമാണല്ലോ കൈറ്റ്. കുട്ടികളെ കൊണ്ട് നമുക്ക് കൈറ്റ് ഉണ്ടാക്കിക്കാനായിട്ട് പറ്റും. സെക്കൻഡ് വണ്ണായിട്ട് റീഡിൽ സോങ് ഞാൻ എഴുതിയത്: I am yellow and like a ball. My house is at sky. I give light to grow. I will shine all the day. I will hide in the night. You cannot reach at me. Sorry, I am too hot, my dear. Yes, it is the shining. അതുപോലെ നിങ്ങൾക്കൊരു റിഡിൽ എന്തെങ്കിലും ഓർത്ത് അതുപോലെ ചെയ്യാം. ഇനി സയന്റിഫിക് നോളജ് തരുന്ന ഒരു 2 റൈംസ് ആണ് അടുത്തത് എഴുതുന്നത്. ഞാൻ സോളാർ സിസ്റ്റം ആണ് ചെയ്തത്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് 9 പ്ലാനറ്റ്സ് ആയിരുന്നു കേട്ടോ. പ്ലൂട്ടോ പ്ലാനറ്റ് ആയിട്ടായിരുന്നു അന്ന് കരുതിയിരുന്നത് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത്. പക്ഷെ പിന്നീട് പ്ലൂട്ടോയെ എന്റെ മക്കള് പഠിച്ച സമയം അതിന് കുറെ മുമ്പ് തന്നെ പ്ലൂട്ടോയെ അതിൽ നിന്നും മാറ്റി ഒരു ഡാർക്ക് ഇതാണെന്നുള്ള രീതിയിൽ കുഞ്ഞഗ്രഹം അങ്ങനെ എന്തോ പറഞ്ഞിട്ട് മാറ്റിയിട്ട് ഇപ്പം 8 പ്ലാനറ്റ്സേ ഉള്ളൂ. ഇപ്പൊ ഞാൻ സോളാർ സിസ്റ്റത്തിന്റെ പിക്ചർ വെച്ചിട്ട് റൈം എഴുതി. 1, 2, 3, 4, 5, 6, 7, 8. There are 8 planets. Our Earth is one of them. Earth is round in shape. It looks like a football. Sun is a big hot star. Stars give out light. Sun gives heat and light. All the planets revolve around the sun. അങ്ങനെ ഒരു സയന്റിഫിക് നോളജ് എന്നുള്ള രീതിയിൽ ഞാൻ അതാണ് ചെയ്തത്. പിന്നെ സെക്കൻഡ് വണ്ണായിട്ട് ഞാൻ ചെയ്തത്, നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. സയന്റിഫിക് നോളജ് ഒരു നോളജ് വരുന്ന രീതിയിലുള്ളതായിരിക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഹ്യൂമന്റെ എക്സ്റ്റേണൽ പാർട്സ് ഓഫ് ദ ബോഡി ഇല്ലേ, അത് വെച്ചിട്ട് വി ഹാവ് 2 ഐസ് ഹെൽപ്പ് us to see. നമുക്ക് അവരെ പഠിപ്പിക്കാൻ EVS ഒക്കെ പഠിപ്പിക്കാനായിട്ട് ഇതുപോലുള്ള റൈംസ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. വി ഹാവ് 2 years. ഞാൻ മോണ്ടിസോറി പഠിക്കുന്നതിന് മുമ്പ് എന്റെ ചേച്ചിയുടെ കുട്ടികൾ പഠിച്ചത് പവൻസിലായിരുന്നു. അപ്പൊ മോണ്ടിസോറി പഠിക്കുന്നതിന് മുമ്പ് ചേച്ചിയുടെ മോള്, അവളിപ്പോ നഴ്സിംഗ് പഠിക്കുവാണ് കേട്ടോ. അവളെ ടീച്ചേഴ്സ്, അതായത് ചെറിയ ക്ലാസ്സിലെ ടീച്ചേഴ്സ്, ഇനി മോണ്ടിസോറി പഠിച്ച ടീച്ചർ ആയിരിക്കാം എന്ന് എനിക്കിപ്പോ തോന്നുന്നു, എല്ലാം പഠിപ്പിക്കുന്നത് റൈംസിലൂടെയും ആക്ഷൻ സോങ്ങിലൂടെയാണെന്ന്. അപ്പൊ അത് കാരണം അത് മന്ത്സ്, ഡേയ്സ്, അങ്ങനെ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ ഹ്യൂമൻ ബോഡി പാർട്സ്, അത് അങ്ങനെ എല്ലാം പഠിപ്പിക്കുന്നത് ഇതുപോലെ റൈംസും ആക്ഷൻ സോങ്ങും വെച്ചിട്ടാണ്. അപ്പൊ പെട്ടെന്ന് കുട്ടികളുടെ ഓർമ്മയിൽ അത് നിൽക്കും. അപ്പൊ അവളത് നല്ല രസമായിട്ട് ഇങ്ങനെ പറയുകയും ചെയ്യും. അവളുടെ തൊട്ട് താഴെ എന്റെ മോളും അവളുടെ അനിയനും വന്നപ്പം അവർക്കത് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ചില ടീച്ചേഴ്സ് അങ്ങനെയാണ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത്. അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞാൻ ഇവിടെ ഐസ് ഹെൽപ്പ് us to see. We have 2 ears. Ears help us to hear. We have 1 nose. Nose help us to smell. അങ്ങനെ സെൻസ് വെച്ചിട്ട് നമ്മുടെ സെൻസസ് വെച്ചിട്ട് എഴുതിയത്. പിന്നെ അടുത്തത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ടൈപ്പ്. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ലൈനിൽ ക്വസ്റ്റ്യൻ വരണം, സെക്കൻഡ് ലൈനിൽ ആൻസർ വരണം, ആ ഒരു രീതിയിൽ. Which is a yellow color flower? It is sunflower. Which flower grows on water? It is lotus. Which plant has got thorns? It is a rose plant. അതാ നമ്മളൊരു ടോണിൽ അവരോട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ക്ലാസ് എടുക്കുന്ന പോലെയല്ല, ആ ഒരു ടോണില് ഒരു റൈം പോലെ തന്നെ, ആക്ഷൻ സോങ് പോലെ തന്നെ. പിന്നെ അതൊക്കെ കൊണ്ടുപോവുകയും ചെയ്യാം. അതിന്റെ പിക്ചേഴ്സ് ഒക്കെ നമുക്ക് ചാർട്ടിൽ ഒട്ടിച്ച് കൊണ്ടുപോവുകയും ചെയ്യാം. It is a medicinal plant. It is basil plant. Who is king of forest? It is mango. ആ രീതിയില്
പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതിയത് ടീച്ചർ ലെഫ്റ്റ് സൈഡിൽ അപ്പൊ ഇതിന്റെ ഫുൾ ആൻസറിന്റെ പിക്ചർ ടീച്ചർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഉണ്ടായില്ല, ബേസിക് പ്ലാൻ കിട്ടിയില്ല, അത് ഒട്ടിച്ചു വെച്ചു. അപ്പൊ അതൊക്കെ ലെഫ്റ്റ് സൈഡിൽ പിക്ചേഴ്സ് ഒട്ടിക്കണം. പിന്നെ നെക്സ്റ്റ് അനിമൽസും ബേർഡ്സും ഇൻസെക്ട്സും ആ ഒരു രീതിയിലാണ് ചെയ്തത്. ഹൂ ഗാർഡ്സ് അവർ ഹൗസ്? ഇറ്റ് ഈസ് ഡോഗ്. ഹൂ ഹാസ് ബോട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്സ്? ഇറ്റ് ഈസ് സീബ്ര. ഹൂ ഹാസ് ബോട്ട് കളർഫുൾ വിങ്സ്? ഇറ്റ് ഈസ് ബട്ടർഫ്ലൈ. ഹൂ ഹാസ് ബോട്ട് ബ്യൂട്ടിഫുൾ ഫെതേഴ്സ്? ഇറ്റ് ഈസ് പീകോക്ക്. ഹൂ ഈസ് ദ ബിഗ്ഗസ്റ്റ് ലാൻഡ് അനിമൽ? ഇറ്റ് ഈസ് എലിഫന്റ്. അപ്പൊ അതിന്റെ പിക്ചേഴ്സ് എല്ലാം ഒട്ടിച്ചു. നെക്സ്റ്റ് പ്രൊവൈഡ്സ് ജനറൽ നോളജ്. ഞാൻ ഇവിടെ ഒരു സാപ്ലിംഗ് അതിനെ നട്ട് വളർത്തുന്നത്, ഒരു തൈ നട്ട് അത് വലിയ മരമായി ഷെയ്ഡായി നിറയെ ഫ്രൂട്ട്സ് വന്നു, ആളുകൾ അതിന്റെ ഷെയ്ഡിൽ റെസ്റ്റ് ചെയ്തു, ഫ്രൂട്ട്സ് എൻജോയ് ചെയ്തു, അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ എഴുതിയത്. അപ്പൊ എനിക്ക് കുട്ടികളുടെ EVSന്ന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പിക്ചർ കിട്ടുകയും ചെയ്തു. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അത് വെച്ചിട്ട് അത് അത് അങ്ങനെയായിരിക്കും. പിന്നെ സെക്കൻഡ് വൺ ആയിട്ട് എഴുതിയത് ജനറൽ നോളജ് എന്നല്ലേ പറഞ്ഞു. അപ്പൊ സെക്കൻഡ് വൺ ആയിട്ട് എഴുതിയത് ഈ നമുക്കറിയാം ഓരോ അനിമൽസും അതിന്റെ ഷെൽട്ടർ ഫോംസിന് ഓരോ പേരാണല്ലോ. ഇപ്പൊ ഡോഗിനാണെങ്കിൽ കെനൽ, കൗ ബോട്ടൊക്കെ ആവുമ്പോൾ ഷെഡ്, ഹോൾസിന് സ്റ്റേബിൾ, ഹെന്നിന് കൂപ്പ്, പിന്നെ ലയൺ ഡെന്നിനകത്താണ്, പിന്നെ എല്ലാവർക്കും അങ്ങനെ സ്വീറ്റ് ഹോം ഉണ്ടെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഇത് എഴുതി. അപ്പം ഓരോ അനിമലിന്റെയും ഷെൽട്ടറിനെ എന്താണ് പറയുന്നതെന്ന് കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യാലോ. We live in our sweet home. Animal friends also have home. Cow and goat live in a shed. A dog lives in a kennel. Hen has a coop and horse has a stable. King of forest is the lion who has got a den. Biggest land animal is elephant. Tallest animal is giraffe. Both live under the trees. Everyone has got sweet home. Sweet home. അപ്പൊ ആ ഒരു രീതിയിൽ എഴുതി. ആനിമൽസിന്റെ ഒരു പിക്ചർ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. അവരുടെ ഷെൽട്ടർ ഹോംസ് ഒന്നും കിട്ടിയില്ല. ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പ് അതിന്റെ പിക്ചേഴ്സ് ഒക്കെ നമ്മളുടെ കുട്ടികളുടെ ചെറിയ ക്ലാസ്സിലെ ബുക്സിൽ ഒക്കെ കാണുമായിരിക്കും. Early to bed, early to rise, make everyone healthy. Brush your teeth twice a day, make your smile white as milk. Wash your hands before and after every meal. Take a bath twice a day. You can feel and see best of you only. Healthy habits type. അത് ഏറ്റവും അത്യാവശ്യമാണല്ലേ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക്. അടുത്ത സെക്കൻഡ് വണ്ണും എഴുതി. Try to board every day and every day. Have healthy food in time, then only you get power. Comb your hair regularly, you can see how nice it is. Trim your nails regularly, it is good for you. Wear neat and clean clothes, then you can see how smart you are. അപ്പൊ ഇത്രയും ആ ഒരു പിക്ചേഴ്സ് ഒക്കെ എഴുതി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതും ഡ്രസ് ചെയ്യുന്നതും ഇങ്ങനെയൊക്കെ. മുടി കോംബ് ചെയ്യുന്നത്. അബൌട്ട് ഗ്രേറ്റ് പീപ്പിൾ, ഇതെനിക്ക് ഒട്ടും ആലോചിക്കേണ്ട വന്നില്ല, ഈസി ആയിട്ട് പറ്റി. കാരണം അങ്ങനെ ചിന്തിച്ചപ്പോ തന്നെ എന്റെ മനസ്സിലുള്ള 2 പേരായിരുന്നു, ജീസസ് ക്രൈസ്റ്റും മദർ തെരേസയും. എനിക്ക് അവരെ പറ്റി എഴുതാൻ ഒട്ടും ബുദ്ധിമുട്ട് തോന്നിയില്ല. കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ അവരുടെ പല വാല്യൂസും കാര്യങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ കേട്ടും വായിച്ചും അത് ഉള്ളിലുണ്ട്. അതുകൊണ്ട് എനിക്ക് എഴുതാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. എന്താണെന്നറിയില്ല, ഒരു ഇൻസൈറ്റ് പോലെ എനിക്ക് ബാക്കിയുള്ള എല്ലാ റൈംസിനേക്കാളും വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റിയത് അതായിരുന്നു. ഇവരെ കുറിച്ച് തന്നെയായിരുന്നു. ജീസസ് ക്രൈസ്റ്റ്, ഓ ജീസസ് യു സൺ ഓഫ് ഗോഡ്. He is unique and kind. He heals the wound and pain. He speaks about love only. He says, you shall love your neighbors as yourself. He says, love God with all your heart, soul and mind. He the love and kind. ജീസസ് ക്രൈസ്റ്റിന്റെ ഒരു പിക്ചർ. വലിയതൊന്നും കിട്ടിയില്ല, ചെറുത്. മദർ തെരേസ എഴുതാൻ കുറേ ഉണ്ടാവും.
the symbol of love and affection. It's only you, mother. She was always there for poor and needy. She believes she belonged to the world, always keeping smile on her face. We can feel the affection in her arms. She will show what real love can do. About animals. അറിയിക്കുമല്ലോ, ഞാൻ അനിമൽസിനെ പറ്റി എഴുതിയത് അവരുടെ സൗണ്ട്സ്, കുട്ടികൾക്ക് സൗണ്ട് അങ്ങനെ പഠിപ്പിക്കുന്ന എന്തൊക്കെയോ ലെസൺസ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ സൗണ്ട് വെച്ചിട്ടാണ് എഴുതിയത്. We can make so many sounds. Animals can make their own sounds. Dog barks, pow, pow, wow. Cat mews, mew, mew, mew. അങ്ങനെ cow mows, moo, moo, moo. സ്ക്രീനില് ഗ്രേറ്റ് പീപ്പിൾ വരെ കാണിച്ചിട്ടുള്ളൂ. About animals, about birds, prayer songs, thread. ഓക്കെ, അങ്ങനെ അനിമൽസിന്റെ സൗണ്ട് വെച്ചിട്ടാണ് അവർ എഴുതിയത്. പിന്നെ നെക്സ്റ്റ് സെക്കൻഡ് വൺ എഴുതിയത് അനിമൽസ് ഹ്യൂമൻ ബീങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ, കുറെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത്, ലൈക്ക് കൗ ആൻഡ് ഗോട്ട് ഗിവ് us മിൽക്ക്, so was buffalo too, sheep gives us wool, so was കാര്യമല്ല നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും, so was make into clothes, dog guards our home, he is too close to men, oxen helps farmers in fields, so as to make our work easy. Wild animals live in jungle. They are really good and cute. അനിമൽസിനെ കുറിച്ചത്. about birds, അടുത്തത് ബേർഡ്സിനെ കുറിച്ചായിരുന്നു. ബേർഡ്സിന്റെ ചില ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് എഴുതിയത്, അതും ശബ്ദവും ചേർത്ത് എഴുതിയിട്ടുണ്ട്. ബേർഡ്സ് ലൈക്ക് ടു ഫ്ലൈ ഹൈ, സം ബേർഡ്സ് ഡോണ്ട് ഫ്ലൈ, all lays eggs to hatch, birds make chirping sounds, crows make crop pop shabdam, doves make coo coo, ducks make quack quack, hens make chip chip. Owls can see only night, they make hoot hoot. Peacock dance beautifully, parrots talk nicely. അതിന്റെയൊക്കെ പിക്ചർ കിട്ടുവാണെങ്കിൽ അതൊക്കെ ഒപ്പിക്കാം. പിന്നെ എഴുതിയത് ഒരു ബേർഡിന്റെ വലിയൊരു പിക്ചർ വച്ചു. Birds can make their own home. We can see how beautiful all are good and strong. Inside it is soft and nice. അതൊക്കെ കണ്ടതിന്റെ ഒരു ഓർമ്മയില് കണ്ടിട്ടുണ്ട്. കൂടൊക്കെ ഈ ചെറിയ കിളികളൊക്കെ ഇത്തിരി താഴ്ത്തിയാണല്ലോ കൂട് വെക്കുന്നത്. അപ്പൊ കണ്ടിട്ടുണ്ട് അവരുടെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഈ പപ്പായല്ലേ, പപ്പായ ഉണ്ടാകുന്നതിന്റെ തണ്ടില് അവര് കൂട് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർത്തത് അങ്ങനെ ഒടിഞ്ഞു പോയ എന്ത് ചെയ്യുന്ന രീതിയിൽ. പക്ഷെ അവരുടെ ടൈമിങ് കറക്റ്റ് ആയിരിക്കും. അതിന് മുമ്പ് തന്നെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് അവർ പറന്നു പോകും, അത് ആ തണ്ട് ഒടിഞ്ഞു പോകുന്നതിന്. അപ്പൊ അവർ അതിനനുസരിച്ച് അതിന്റെ ഭാഗത്തൊക്കെ എന്തൊക്കെയോ സ്ട്രോങ് ആക്കി വെക്കും. അതിന്റെ ഉള്ളില് ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആണ്. സോഫ്റ്റ് മീൻസ് അവരെ സംബന്ധിച്ച് സോഫ്റ്റ്. അപ്പം ഇങ്ങനെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ വീട്ടിലെ പപ്പായയുടെ തണ്ടിന്റെ അവിടെ ഈ ബേർഡ് വന്ന് കൂട് വെച്ചപ്പോൾ എന്റെ ചേച്ചി ചെയ്തൊരു പണിയാ, കുറച്ചുകൂടെ സോഫ്റ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പഞ്ഞിയൊക്കെ വെച്ച് ഭയങ്കര ഭംഗിയൊക്കെ ആക്കി വെച്ച് അവര് വന്നിട്ട് ആ പഞ്ഞി മുഴുവനും കൊത്തി താഴെയിട്ടു. ചകിരിനാരിന്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ ആയിരിക്കും അവർക്ക് ഇഷ്ടം. അപ്പൊ അങ്ങനെ ചെയ്തു. അപ്പൊ അവരുടെ ചില ബേർഡ്സ് പിന്നെ ആ കൂടിട്ടിട്ട് അങ്ങ് പോകും, അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങളുടെ പഴയ കാര്യങ്ങള് അങ്ങനെ ഓരോന്നൊക്കെ ഓർത്ത് ചെയ്യൂ. ഡെഫിനറ്റ്ലി നല്ലത് കിട്ടും കേട്ടോ. പ്രയർ സോങ്സ് എഴുതുമ്പോൾ നത്തിങ് റിലീജിയസ്. ഈവൻ നമ്മൾ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുമ്പോഴും നത്തിങ് റിലീജിയസ് എന്നുള്ള രീതിയിൽ തന്നെ ഒരു പ്രയർ ആണെങ്കിൽ നന്നായിരിക്കും. എല്ലാ പ്രയറും നല്ലതാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. റെക്കോർഡ് ബുക്കിൽ ഞാൻ എഴുതിയ 2 പ്രയറും അങ്ങനത്തെ ആയിരുന്നു. ഞങ്ങൾക്ക് മോണ്ടിസോറി പഠിക്കുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലാസ് തുടങ്ങുന്ന ഫസ്റ്റ് വീക്ക് തന്നെ ഞങ്ങളുടെ ആക്ടിവിറ്റിയാണ് എല്ലാവരും പ്രയർ എഴുതണം. അത് ക്ലാസ്സിൽ ഇരുന്നാ ഞങ്ങൾ എഴുതുന്നത്. ഞങ്ങൾക്ക് ടൈം തരും, 1 hour ഒക്കെ തരും. ഇംഗ്ലീഷിൽ എഴുതണം, പ്രയർ എഴുതണം. റിലീജിയസ് ആയിട്ടുള്ള പ്രയർ പാടില്ല എന്നും പറയും. ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തരും. പ്രയർ എഴുതിയതിന് ശേഷം റൗണ്ടിൽ ഇങ്ങനെ എടുത്തിട്ട് പ്രയർ എഴുതുമായിരിക്കും. എഴുതിയതിനു ശേഷം ഞങ്ങൾ പരസ്പരം അത് അടുത്തടുത്ത ആളുകളിലേക്ക് ഷെയർ ചെയ്തിട്ട് നമ്മൾ വോട്ട് ചെയ്യണം. എല്ലാവരുടെയും വായിച്ചു കഴിഞ്ഞിട്ട് ആരുടെ പ്രയർ ആണ് ബെസ്റ്റ് എന്നുള്ള രീതിയിൽ വോട്ടിംഗ് ഉണ്ട്. എന്നിട്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളുടെ പ്രയർ ആയിരിക്കും ആ ഒരു വർഷം
ഞങ്ങള് ക്ലാസ്സിൽ എല്ലാ ദിവസവും ചൊല്ലുന്നത്. ഞാൻ പക്ഷെ അങ്ങനെ ഒരു കണ്ടീഷൻ ഇവിടെ വെച്ചില്ല, എല്ലാവർക്കും ആ ചാൻസ് പോട്ടെ എന്ന് വിചാരിച്ച്. ആൻഡ് ലക്കിലി എന്റെ പ്രെയർ ആയിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. ടോൺ ഇടുന്ന പണിയൊക്കെ ഞാൻ ബാക്കിയുള്ളവരെ ഏൽപ്പിച്ചു. എനിക്ക് ടോൺ ഇടാനൊന്നും കഴിയിട്ടൊന്നും അറിയില്ല, മ്യൂസിക് ചെയ്യാനായിട്ട്. പക്ഷെ ഇച്ചിരി ടഫായിരുന്നു എന്റെ പ്രെയർ മ്യൂസിക് ഇടാനായിട്ട്. ഞങ്ങളുടെ സെലക്ട് ചെയ്ത പ്രെയർ ഞാനൊന്ന് വായിക്കാം. When sun shines, feeling good, then sorrows will go away. When moon lights, feeling good, then calmness will fill in heart. When stars twinkle, feeling good, then smile comes on the face. When breeze blows, feeling good, then peace will come on mind. When flowers bloom, feeling good, then fragrance spread all over. When birds sing, feeling good, the sweetness will hear around. When lamp brights, feeling good, then shine comes on the face. When all together doing well, then happiness forever. ഇതായിരുന്നു പിക്ചർ. കുട്ടികളുടെ ടെക്സ്റ്റിലെ പിക്ചർ ആയിരുന്നു കേട്ടോ. പിന്നെ ഒരെണ്ണോടെ എഴുതി. ഇതായിരുന്നു ഞങ്ങളുടെ ബാച്ചിൽ ഞങ്ങൾ എല്ലാ ദിവസവും ചൊല്ലിയിരുന്ന പ്രയർ. ഞാനിപ്പോ ചൊല്ലി. ഓ ഗോഡ്, താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് us a life. Thank you God for guiding us. Thank you God for saving us. Thank you God for the food we eat. Thank you God for the birds that sing. Thank you God for the flowers that bloom. Thank you God for everything. ഇതുപോലെ പിക്ചർ അതും കുട്ടികളുടെ ടെക്സ്റ്റ് ചെയ്യണം. ഇത്രയുമാണ് നമ്മുടെ റൈംസ് വരുന്നത്. ഓക്കെ, തന്നെ ക്രിയേറ്റ് ചെയ്യാം, നല്ലപോലെ ചെയ്യാം. നമ്മളുടെ ഒരു അസെറ്റ് ആണ്. നമുക്ക് ഇത് ആർക്കും കൊടുക്കാനുള്ളതൊന്നുമല്ല, നമ്മൾക്ക് കീപ്പ് ചെയ്യാനാണ്. ഒക്കെ നിങ്ങളൊന്ന് എടുത്ത് നോക്കി വായിക്കാം. നമ്മളുടെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വായിക്കാൻ കൊടുക്കണം. ഇത്രയാണ്. ഇപ്പൊ ഇത് മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ റൈംസില്? റൈംസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, കഴിഞ്ഞു. ഓക്കെ, നമുക്കപ്പോ സ്റ്റോറിയിലേക്ക് കിടക്കാം. തന്നെ ചെയ്യാൻ പറ്റും. കുറച്ച് സമയം ഒന്ന് ഇരുന്ന് നമ്മളുടെ കോൺസെൻട്രേഷൻ മെയിൻ ആണ്. ഇത്തിരി നേരം മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇരുന്ന് ഇല്ലെങ്കിൽ അറിയിക്കാൻ. പലരും എന്നോട് പറയും മിസ് ഇതുവരെ ഒന്നും എഴുതിയിട്ടോ ഒന്നുമില്ല, വായനയും പോലും ഇല്ല, ഞങ്ങൾ എങ്ങനെ എഴുതും, ഞങ്ങളെ കൊണ്ട് ഇത് പറ്റില്ല എന്നൊക്കെ പറയും. അപ്പൊ കേട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും പറയും എഴുതാനിരിക്കുമ്പോ കുറെ ഐഡിയാസ് വരുവാന്ന്. നമ്മൾ ചെയ്യാത്തോണ്ടായിരിക്കും. ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. എഴുതുന്നവരും ഉണ്ടാവും കേട്ടോ. ഇനി സ്റ്റോറിയാണ്. അപ്പൊ എല്ലാത്തിനും ഇല്ലസ്ട്രേറ്റഡ് ആക്ഷൻ റൈം ബുക്ക്, ഇല്ലസ്ട്രേറ്റഡ് ആക്ഷൻ സ്റ്റോറി ബുക്ക് ആണ്. എല്ലാത്തിനും ഇല്ലസ്ട്രേഷൻസ് വേണം, പിക്ചർ വേണം. ആൻഡ് ഡ്രോണോ അല്ലെങ്കിൽ പേസ്റ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ സ്റ്റോറി. സ്റ്റോറി ഓരോന്ന് മതി. റൈംസ് നമ്മൾ രണ്ടെണ്ണം എഴുതി, പക്ഷെ സ്റ്റോറി ഓരോന്ന് മതി. ഓർക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വാല്യൂസ് ഉണ്ടാവും. നമ്മുടെ കൊച്ചുകുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അബ്സ്ട്രാക്ട് ഐഡിയാസ് ഒന്നും വരില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കോൺക്രീറ്റ് ഐഡിയാസേ വരുള്ളൂ. കോൺക്രീറ്റ് ഐഡിയാസ് പറഞ്ഞാൽ കാണാൻ പറ്റുന്നത്, കേൾക്കാൻ പറ്റുന്നത്, തൊട്ട് നോക്കിയിട്ട് മനസ്സിലാകുന്നത്, ഇതൊക്കെയാണ് കോൺക്രീറ്റ്. അത് ഉണ്ടായിരിക്കണം. ഇല്ലാത്തൊരു കാര്യം ആലോചിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. കുറെ കൂടെ വലുതാവുമ്പോഴാണ് അവർക്ക് ആ ഒരു ഇമാജിൻ ചെയ്ത് അസ്യൂം ചെയ്ത് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അതാണ് അബ്സ്ട്രാക്ട് ഐഡിയ എന്ന് പറയുന്നത്. അബ്സ്ട്രാക്ട് ഐഡിയയെ കുറിച്ചുള്ളത് വരുന്നവർ കുറെ കൂടെ വലുതാവുമ്പോഴാണ്. വലിയ ക്ലാസ്സുകളിൽ നമ്മളുടെ പഠന രീതിയിൽ തന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. കൊച്ചുകുട്ടികളുടെ അടുത്തിട്ട് 5 - 3 പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് കിട്ടില്ല. അതേസമയം അവരോട് അവരുടെ കയ്യില് 5 ചോക്ലേറ്റ്സ് കൊടുത്തിട്ട് ഇതിൽ നിന്നും 3 ചോക്ലേറ്റ്സ് വേറൊരു കുട്ടിക്കോ അല്ലെങ്കിൽ കൊടുത്താൽ നിന്റെ കയ്യിൽ റിമൈനിങ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ ആൻസർ ചെയ്യും അല്ലേ? അവർക്കത് കാണാം, അവർക്കത് തൊട്ട് നോക്കാം. അവർക്ക് അത് വെച്ചിട്ട് 5 ൽ നിന്ന് 3 അവർ കൗണ്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ റിമൈനിങ് എത്രയാന്ന് പറയാൻ പറ്റും. അപ്പൊ കോൺക്രീറ്റ് ഐഡിയാസ് ആണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ അവരുടെ അടുത്ത് നീ സത്യം പറയണം, കള്ളം പറയരുത്, അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും കൊച്ചിനൊന്നും മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ അതൊരു കഥയിലൂടെ കാണിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇവരുടെ ഉള്ളിലേക്ക് അത് കടക്കും.
ഈ സ്റ്റോറി നമ്മുടെ ബാച്ചിലെ കുട്ടികളൊക്കെ ഇങ്ങനെ സ്റ്റോറിയൊക്കെ എഴുതിയിട്ട് ഇവരെ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ഈ റൈമും സ്റ്റോറിയൊക്കെ അവിടെ പോയി പ്രയോഗിക്കും കേട്ടോ. അപ്പൊ വൈവ സമയത്ത് ഒരു ട്രെയിനി പറഞ്ഞതാണ്, ഒരു സ്റ്റോറി എഴുതി, സ്റ്റോറി തന്നെയാണ് എഴുതിയത് ആള്. അതായത് ഒരു വീട്ടില് ഒരു ഗ്രാൻഡ് ഫാദറും ഉണ്ട്, കൊച്ചുമോനും ഉണ്ട്. അപ്പൊ ഈ കൊച്ചുമോൻ എപ്പോഴും, ഗ്രാൻഡ് ഫാദർ പ്രായമായതാണല്ലോ, എപ്പോഴും ഗ്രാൻഡ് ഫാദറിനെ ഓരോന്ന് പറഞ്ഞ് പറ്റിക്കും, ഓരോ കാര്യങ്ങൾ ചെയ്ത് പറ്റിക്കും. ഗ്രാൻഡ് ഫാദർ മനസ്സിലാകാഞ്ഞിട്ടാണോ അത് കുട്ടി പറയുന്നത് ചെയ്യുന്നതൊക്കെ അങ്ങ് വിശ്വസിക്കും. കുറച്ചൊന്നും കഴിഞ്ഞപ്പോഴേക്ക് ഇവന് ഭയങ്കരമായിട്ട് വിഷമം തോന്നി ഗ്രാൻഡ് ഫാദറിനെ ഇങ്ങനെ പറ്റിക്കണതേ. അങ്ങനെ ഇവൻ ചെന്നിട്ട് ഗ്രാൻഡ് ഫാദറിന്റെ അടുത്ത് തുറന്നു പറയുകയാണ്, ഞാൻ ഇത്രയും നാളും അച്ഛനെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ കളിപ്പിച്ചു, പറ്റിച്ചു, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഇവൻ ഇങ്ങനെ പറയാം. ഈ ട്രെയിനി പറയാണ്, ഈ കുഞ്ഞു കുട്ടികൾക്ക് ഇത്രയും വലിയൊരു സ്റ്റോറി, ഇങ്ങനത്തെ ഒരു സ്റ്റോറി ഡൈജസ്റ്റ് ആവുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഈ സ്റ്റോറി പറഞ്ഞപ്പോ കുട്ടികളൊക്കെ ഇൻട്രോപ്പ് സൈലൻസ് ആയിരുന്നു, കുട്ടികൾ മിണ്ടാതെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. അത് പറയാ. പിന്നെ എല്ലാ ദിവസവും ഈ കഥ കുട്ടികള് പറയിപ്പിച്ചു. ഇത് കഴിയുമ്പോഴേക്ക് അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു തരികളൊക്കെ കയറുമല്ലോ. ഞാനും ചിലപ്പോ അങ്ങനെ ഗ്രാൻഡ് ഫാദറിനെ ഓരോന്ന് പറഞ്ഞ് പറ്റിക്കണ കുട്ടികളോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ അച്ഛനെ പറ്റിക്കുന്നതോ അമ്മയെ പറ്റിക്കുന്നതോ എന്തായാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവരുടെ ഉള്ളിലേക്ക് ഒരു സ്പാർക്ക് കയറും. അവർ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും, അവർക്ക് ശരി ഞാനിത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല, അങ്ങനെ എന്തെങ്കിലും ഞാൻ ഇന്ന് പോയി പറയും, ഞാൻ ഇങ്ങനെ പറ്റിച്ചിരുന്നു എന്ന് പറയും. അങ്ങനെയുള്ള തോട്ട്സ് അവർക്ക് വന്നിട്ടുണ്ടാകാം. ഒരു ഭയങ്കര ശ്രദ്ധിച്ച കഥ കേട്ടു എന്നാണ് ആ ഒരു ട്രെയിനിനോട് പറഞ്ഞത്. നമ്മൾ ചെയ്യുന്നതിലൊക്കെ റിസൾട്ട് വരും. നമ്മള് കുഞ്ഞുങ്ങളുടെ അടുത്തല്ലേ ചെയ്യുന്നത്, അതിലുള്ള ഭയങ്കര റിസൾട്ട് ആയിരിക്കും വരുന്നത്. ഫസ്റ്റ് വൺ ഒരു മോറൽ സ്റ്റോറിയാണ്, ഒരെണ്ണം എഴുതിയാൽ മതി. അപ്പൊ അതിന് ഇല്ലസ്ട്രേഷൻ പിക്ചേഴ്സും നമുക്ക് വേണ്ടി വരും. ഇത് എഴുതുന്ന ഓരോ സ്റ്റോറിയും നമുക്ക് കുട്ടികളെ കൊണ്ട് റോൾ പ്ലേ ചെയ്യിക്കാം. ആ രീതിയിലുള്ള സ്റ്റോറി നിങ്ങൾ എഴുതണം, അവർ ഇൻട്രസ്റ്റോട് കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ നമ്മളുടെ സ്റ്റോറിയിൽ കുട്ടികളെ കൊണ്ട് റോൾ പ്ലേ ചെയ്യിക്കുമ്പോൾ നമ്മളുടെ സ്റ്റോറിയിൽ ഏതെങ്കിലും അനിമൽ, ബേർഡ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്യാരക്ടേഴ്സ് വരുവാണെങ്കിൽ ആ ക്യാരക്ടേഴ്സിനനുസരിച്ചുള്ള ഫേസ് മാസ്ക് ഇല്ലേ, അത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ കുട്ടികളെ നമ്മൾ അഭിനയിപ്പിക്കുമ്പോൾ അവർക്ക് വേറെയുള്ള പ്രോപ്പർട്ടീസോ ഡ്രസ്സോ ഒന്നും വേണ്ട, ഈ ഒരു മാസ്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഭയങ്കര രസമായിരിക്കും അവർ ഇത് ഇനാക്ട് പ്ലേ ചെയ്യുമ്പോൾ. ഓക്കെ, സോ ഫസ്റ്റ് എത്രത്തോളം പറയാൻ സമയം കിട്ടുന്നറിയില്ല, എന്നാലും ഞാനൊന്ന് തുടങ്ങി വെക്കാം. ഫസ്റ്റ് ഒരു മോറൽ സ്റ്റോറി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ ഓർഡറിൽ തന്നെ നിങ്ങൾ എഴുതണം എന്നില്ല കേട്ടോ. പക്ഷെ റൈംസ് എഴുതുന്ന സമയത്ത് ഇപ്പൊ ആൽഫബറ്റിക്കൽ സോങ് എഴുതണം, അതിൽ ഒരെണ്ണം എഴുതി അത് കഴിഞ്ഞിട്ട് വേറെ തീമിലുള്ളത് എഴുതിയിട്ട് പിന്നെ വീണ്ടും ആൽഫബറ്റിക്കൽ സോങ് എഴുതുന്നതിനേക്കാൾ നല്ലത് എഴുതുമ്പോൾ അതിന്റെ രണ്ടെണ്ണം ഒരുമിച്ച് തന്നെ എഴുതുന്നത്. അത് രണ്ടെണ്ണം വേണമുള്ളത്. ഞാൻ എഴുതിയ ഒരു സ്റ്റോറി പങ്ക്ച്വാലിറ്റി ആയിരുന്നു. സിമിലർ ഇൻസിഡൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, എക്സ്പീരിയൻസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും. ഞാനൊരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് എഴുതിയത്. അവൾക്ക് പഠിത്തത്തിലും എല്ലാ ആക്ടിവിറ്റീസിലും ഒക്കെ വളരെ മിടുക്കിയായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നു, ഇച്ചിരി ലേസി ആയിരുന്നു, മടിച്ചിയായിരുന്നു. വേറൊന്നുമില്ല, ഒന്നും സമയത്ത് ചെയ്യില്ല. എക്സാം ആള് ഭയങ്കര ബ്രില്യന്റ് ആയതുകൊണ്ട് എക്സാം ടൈം ആകുമ്പോഴേക്കും ഓടിച്ചിട്ടൊരു പഠിത്തമുണ്ട്. പക്ഷെ ആള് അത്രയും ബ്രില്യന്റ് ആയതുകൊണ്ട് നല്ല മാർക്കും കിട്ടും. അവൾക്ക് ഓവർ കോൺഫിഡന്റ് ആയി. കാരണം ഞങ്ങൾക്ക് ലാസ്റ്റ് പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല, ആ ഒരു രീതിയിൽ ഓവർ കോൺഫിഡൻസ് വന്നു. ഒരു കാര്യം സമയത്ത് ചെയ്യില്ല. പങ്ക്ച്വാലിറ്റി എന്നുള്ളത് എപ്പോഴും എല്ലാ ടീച്ചേഴ്സും പാരന്റ്സും ഒക്കെ അവളോട് എപ്പോഴും പറയും പങ്ക്ച്വൽ ആയിരിക്കണം, എല്ലാ കാര്യങ്ങളും സമയത്ത് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവൾ ആരെയും ശ്രദ്ധിക്കില്ല. എനിക്ക് അക്കാദമിക്സ് നല്ല മാർക്ക് കിട്ടുമ്പോൾ അവൾക്ക് ഒരു ഓവർ കോൺഫിഡൻസ്, ഞാൻ സമയത്ത് ഒന്നും ചെയ്തില്ലെങ്കിലും എനിക്കെല്ലാം കിട്ടുന്നുണ്ടോ. അങ്ങനെ കുട്ടി വലുതായി, ആ കുട്ടി എല്ലാം പഠിച്ചു, നല്ലപോലെ PG കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അവൾക്ക് അവളുടെ വീടിനടുത്തൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ടൗണിൽ ഒരു കമ്പനി ഉണ്ട്, ഒരു ഓഫീസ് ഉണ്ട്, ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അവിടെ ജോലി കിട്ടണമെന്ന് അവൾക്ക് ഭയങ്കര ആഗ്രഹം. അങ്ങനെ അവളുടെ ബയോഡേറ്റയും ആപ്ലിക്കേഷനും ഒക്കെ അയച്ചു. അപ്പൊ അവൾ ഇന്റർവ്യൂവിന് കാർഡ് വന്നു. അങ്ങനെ ഇവള് പോകാൻ ആയി. ആസ് യൂഷ്വൽ അവള് ലേറ്റ് ആയി. തലേ ദിവസം തന്നെ എല്ലാം എടുത്തു വെക്കണം എന്ന് അവളുടെ പാരന്റ്സും എല്ലാരും പറഞ്ഞിട്ടും അവൾ ആ പോകാറായപ്പോഴാണ് എല്ലാം വലിച്ചുവാരി സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് ധൃതി പിടിച്ച് അവിടെ ചെന്നപ്പോഴേക്കും അവള് ലേറ്റ് ആയി ഇന്റർവ്യൂവിന്. അങ്ങനെ ആ ഇന്റർവ്യൂ അവൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ആ ചാൻസ് നഷ്ടപ്പെടുന്നു. അതോടുകൂടി അവള് ഭയങ്കര സങ്കടമായി. അപ്പൊ അങ്ങനെ ഒരു ലെസൺ പഠിച്ചു, ഞാൻ സമയത്തെല്ലാം ചെയ്യണം. അതിന് ശേഷം അവളെല്ലാം പങ്ക്ച്വലായിട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഒരു സ്റ്റോറി എഴുതി. കുട്ടിയുടെ ഒരു പിക്ചർ
നമ്മൾ ആ ചെറുപ്പം തുടങ്ങിയുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരുന്നു ആ സ്റ്റോറി. ഒരു പേജ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, 2 പാരഗ്രാഫ്. വലിയ കഥ എന്നും പറഞ്ഞ കുട്ടികളെ ഇതാക്കണ്ടല്ലോ. അടുത്തത് ഹിസ്റ്റോറിക്കൽ ഓർ മിത്തോളജി സ്റ്റോറി. ഇത് നമ്മൾ ഓൺ ക്രിയേഷൻ വേണമെന്നില്ല, കാരണം ഇത് ഓൾറെഡി ഉള്ള കാര്യങ്ങളാണല്ലോ. ഒരു മിത്തോളജി ആയിട്ടുള്ള ഒരു സ്റ്റോറിയോ ഹിസ്റ്റോറിക്കൽ ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റോറി നമുക്ക് അത് അഡോപ്റ്റ് ചെയ്തെടുക്കാം, നമുക്ക് എടുക്കാം, അത് കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയത് തെന്നാലിരാമനെ കുറിച്ചായിരുന്നു. തെന്നാലിരാമന്റെ ഒരു കഥയായിരുന്നു എഴുതിയത്. ഹോണസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ട്. തെന്നാലിരാമൻ അറിയാലോ, അദ്ദേഹം റോയൽ ക്ലൗൺ ആയിരുന്നു അല്ലെ, വിദൂഷകനായിരുന്നു, വിജയനഗര സാമ്രാജ്യത്തിലെ വിദൂഷകനായിരുന്നു. അപ്പൊ അങ്ങനെ തെന്നാലിരാമന്റെ ഒരു കഥ, ഇഷ്ടംപോലെ കഥയുണ്ട് തെന്നാലിരാമന്റെ, അതിലൊരെണ്ണം. ഇതുപോലെ ചരിത്രപരമായ ഏതെങ്കിലും കഥകൾ നിങ്ങൾക്ക് എഴുതാം, അത് എടുത്തെഴുതാം. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ, അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതല്ല. അടുത്തത് പിക്ചോറിയൽ സ്റ്റോറി. പിക്ചോറിയൽ സ്റ്റോറി നിങ്ങൾക്ക് പല രീതിയിൽ എഴുതാം. അതായത് നമ്മളിപ്പോ ഒരു സ്റ്റോറി എഴുതുമ്പോൾ അതിൽ കണ്ടിട്ടുണ്ടാകാം പലപ്പോഴും ബാലരമ അങ്ങനെയുള്ള കുട്ടികളുടെ ബുക്സിൽ കണ്ടിട്ടുണ്ടാകാം. സ്റ്റോറി എഴുതുമ്പോൾ സ്റ്റോറിയിൽ കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ വരില്ലേ. ഇപ്പൊ ക്യാറ്റ് ഉണ്ട്, റാറ്റ് ഉണ്ടെങ്കിൽ അപ്പൊ ആ ക്യാറ്റ് എന്നുള്ള വേർഡ് വരുന്ന ആ ഭാഗത്ത് നമുക്ക് ക്യാറ്റിന്റെ പിക്ചർ ഒട്ടിച്ചു വെക്കാം. റാറ്റ് എന്നുള്ള വേർഡ് വരുന്ന ഭാഗത്ത് റാറ്റിന്റെ പിക്ചർ ഒട്ടിച്ചു വെക്കാം. സ്നേക്ക് ഉണ്ടെങ്കിൽ സ്നേക്കിന്റെ പിക്ചർ ഒട്ടിച്ചു വെക്കാം. അപ്പൊ കഥ വായിക്കുമ്പോൾ കുട്ടി പിക്ചർ കണ്ട് അവിടെ ക്യാറ്റ് ആണ് ഉള്ള രീതിയിൽ വായിച്ചു പോകും. ആ രീതിയിൽ പിക്ചോറിയൽ സ്റ്റോറി എഴുതാം. ക്ലിയർ ആയോ അത്? രണ്ടാമതൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം സ്റ്റേറ്റ്മെന്റ് ഒന്നും വേണ്ട, പക്ഷെ പിക്ചർ കഥ പറയുന്ന രീതിയിൽ ഫുൾ പിക്ചേഴ്സ് ആയിരിക്കും, വലിയ സ്റ്റേറ്റ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. അത് ഞാൻ എഴുതിയതാണെന്ന് കാണിക്കുന്നത്, ഞാൻ ഓർഡറിലല്ല എഴുതിയത് കൊണ്ടാണ്. എനിക്ക് കുട്ടികളുടെ ടെക്സ്റ്റിൽ നിന്നൊരു പിക്ചർ കിട്ടിയതാണ്. ആ പിക്ചർ വെച്ചിട്ട് ഞാനൊരു സ്റ്റോറി ആക്കി എഴുതി. അങ്ങനെ ഒരു മങ്കീനെ ഒരാൾ കൊണ്ട് പണിയെടുപ്പിച്ച് ഡാൻസ് ചെയ്യിപ്പിച്ച് കാശൊക്കെ വാങ്ങുന്ന ടൈപ്പ് ആൾക്കാരില്ലേ. ഇപ്പൊ മങ്കി ഒത്തിരി ടയേർഡായിരുന്നു, വൂൺസ് ഉണ്ടായിരുന്നു. അപ്പൊ കുട്ടികൾ ആ മങ്കിയെ രക്ഷിക്കുന്നതായിട്ടുള്ള ഒരു കഥയായിരുന്നു. അപ്പൊ ഞാൻ ഓരോ പിക്ചറിന്റെ അവിടെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചു. അത് വായിച്ച് പിക്ചറും കാണുമ്പോഴേക്കും കഥ മനസ്സിലാകുന്ന രീതിയിലാണ് ആ കഥ ഞാൻ എഴുതിയത്, പിക്ചോറിയൽ സ്റ്റോറി. അങ്ങനെയും എഴുതാം, കുറച്ചു മുമ്പ് പറഞ്ഞ രീതിയിലും എഴുതാം. ആ വരുന്ന വേർഡ്സിന് പകരം ആ പിക്ചർ അങ്ങോട്ട് ചോദിക്കുക. ചീസ് ഉണ്ടെന്ന് വിചാരിക്കുക, ചീസിന്റെ പിക്ചർ ഒട്ടിക്കുക. ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ ഫ്ലവേഴ്സിന്റെ പിക്ചർ ഒട്ടിക്കുക. അങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങനെ നിങ്ങൾക്ക് സ്റ്റോറി എഴുതാം. ഇനി നൊമാഡ് സ്റ്റോറി, നാടോടിക്കഥകളാണ് അല്ലെ. ഇത് ഓപ്ഷണൽ ആണ്. അതായത് ഓപ്ഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഉള്ള കഥകളിൽ നിന്നും എടുക്കാം. നമ്മൾക്ക് കേട്ടിട്ട് ചൈനീസ് നാടോടി കഥകൾ, ജാപ്പനീസ് നാടോടി കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഏതെങ്കിലും കഥകൾ നിങ്ങൾക്ക് എടുക്കാം, അങ്ങനെ എഴുതാം. ഞാൻ പക്ഷേ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത്. നാടോടി കഥ എന്നുള്ള രീതിയിലല്ല ഞാൻ എഴുതി വന്നപ്പോൾ ഞാനൊരു നാടോടിയായ ഒരു പെൺകുട്ടിയെ കുറിച്ചുള്ള കഥയാണ് ഞാൻ എഴുതിയത്. നൊമാഡായിട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചുള്ള കഥയാണ് എഴുതിയത്. കൈൻഡ് ഹീര എന്ന് പറഞ്ഞിട്ടൊരു കഥയായിരുന്നു. പിക്ചർ എനിക്ക് കിട്ടി, ആ പിക്ചറും അവിടെ വരച്ചു വെച്ചു. ഇതിനകത്ത് ഈ ഹീരയും അവളുടെ ഫാമിലിയും, നമുക്ക് നാടോടികളെ അറിയാലോ, അവരൊരു സ്ഥലത്തൊന്നും താമസിക്കില്ല. ഒരു ഏരിയയിൽ അവരെന്തെങ്കിലുമൊക്കെ ഒരു ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും. അവരുടെ ആ ജോലി ചെയ്ത് അത് തീരുമ്പോഴേക്കും അവർ അടുത്ത നാട്ടിലേക്ക് പോകും. അങ്ങനെ ഇങ്ങനെ ലാടന്മാരൊക്കെ പോകില്ല, അതുപോലെ തന്നെ. അപ്പം ഇതിനകത്ത് കൈൻഡ് ഹീര എന്നാണ് പേര്. ഹീര എന്ന് പറയുന്ന ഒരു നൊമാഡ് പെൺകുട്ടിയായിരുന്നു. അവളും അവളുടെ പാരന്റ്സും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. ഇങ്ങനെ അവര് കുറച്ച് വിൽക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഈ മെഡിസിൻസ് ഉണ്ടല്ലോ, ലാടവൈദ്യം എന്നൊക്കെ പറയണല്ലോ, അങ്ങനത്തെ മെഡിസിൻസ് ഒക്കെ ഉണ്ടാകും. അതൊക്കെ വിറ്റിട്ടാണ് അവർ ജീവിക്കുന്നത്. ഒരു ദിവസം ഹീര ഇങ്ങനെ ഇങ്ങനെ സെല് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ട്, അപ്പൊ പാരന്റ്സ് ഒരു സൈഡിലേക്ക് പോകും, ഇവളൊരു സൈഡിലേക്ക് പോകും. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു കോമൺ സ്ഥലത്ത് മീറ്റ് ചെയ്യാണ് പതിവ്. അവള് കുറച്ചൊക്കെ സെല് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് അവളുടെ കയ്യിൽ ബാക്കിയുണ്ട്. അവളിങ്ങനെ വരുമ്പോ അവൾക്ക് ഭയങ്കരമായിട്ട് ദാഹിച്ചു. അപ്പൊ അവള് തൊട്ടടുത്ത് കണ്ട ഒരു വീട്ടിൽ കയറി. കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ വീടാന്ന് തോന്നുന്നു. വീട്ടിൽ കയറിയിട്ട് വെള്ളം ചോദിച്ചു. ലേഡി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. വെള്ളം ചോദിച്ചപ്പോ ആ ലേഡി അവളെ നേരെ ഷൗട്ട് ചെയ്ത് അവളെ അവിടെ നിന്ന് ഓടിച്ചു. അവൾക്ക് ഭയങ്കര വിഷമായി. അങ്ങനെ അവള് സാരില്ലാന്ന് കരുതി അവള് വീണ്ടും ബാക്കിയുള്ളത് വിൽക്കാനായിട്ട് പോയി. വീണ്ടും തിരിച്ച് അവൾ വരുന്ന വഴി
ഈ വീടിന്റെ മുന്നിൽ കൂടെ തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ടായി. അപ്പൊ ഞാൻ ആ വീടിന്റെ മുന്നിലൂടെ പോകുന്ന സമയത്ത് ആ വീട്ടിലെ ആ സ്ത്രീ ഭയങ്കരമായിട്ട് അലറി വിളിക്കുന്നു, ഹെൽപ്പ് എന്ന് പറഞ്ഞു. ഉച്ച കഴിഞ്ഞ സമയമായിരുന്നു, അടുത്തൊന്നും ആരെയും കണ്ടില്ല. അപ്പൊ ഹീര നോക്കുമ്പോൾ വീടിന്റെ മുന്നിലെ ഒരു കുളത്തില് ഒരു കുട്ടി ഇങ്ങനെ മുങ്ങി താഴുക. ഹീര ഓടിച്ചെന്ന് ആ കുട്ടിയെ രക്ഷപ്പെടുത്തി. ആ ലേഡിക്ക് ഭയങ്കര സന്തോഷമായി. അവരിവിടെ അകത്ത് കൊണ്ടുപോയി ഇവൾക്ക് കുടിക്കാനും കഴിക്കാനും ഒക്കെ സാധനങ്ങളൊക്കെ കൊടുത്തു. അപ്പൊ ഹീര എന്ത് ചെയ്തു, റിട്ടേൺ ആയിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആ ലേഡിക്ക് കൊടുത്ത് താങ്ക്സ് എല്ലാം പറഞ്ഞ് യാത്ര പറഞ്ഞ് അവളുടെ പാരന്റ്സിന്റെ അടുത്തേക്ക് പോയി. ഇതാണ് ഞാൻ എഴുതിയ നൊമാഡ് സ്റ്റോറി. ഞാൻ എഴുതിയത് ഒരു നൊമാഡായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കുറിച്ച് ആ രീതിയിലാണ് എഴുതിയത്. ഇറ്റ്സ് അപ് ടു യു, നിങ്ങൾക്ക് അത് ഉള്ള ഒരു കഥ തന്നെ എഴുതി വെക്കാം, കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ ചെയ്യാം. നെക്സ്റ്റ് കമ്പാരിസൺ സ്റ്റോറി. കമ്പാരിസൺ സ്റ്റോറിയിൽ ഞാൻ എഴുതിയത് അതും സിമിലർ സ്റ്റോറി കേട്ടിട്ടുണ്ടെന്നൊക്കെ കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളും കേട്ട് കാണും. ഞാൻ എഴുതിയത് ജാസ്മിൻ ഫ്ലവറും റോസ് ഫ്ലവറും അതിന്റെ ഒരു കമ്പാരിസൺ ആയിരുന്നു എഴുതിയത്. അതായത് ഒരു ഗാർഡനില് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ജാസ്മിൻ ഫ്ലവർ ഭയങ്കര അഹങ്കാരിയായിരുന്നു, ഹോട്ടി, ഒരു അഹങ്കാരിയായിരുന്നു, ഹോട്ടി. അപ്പോ ജാസ്മിൻ ഫ്ലവർ എപ്പോഴും ഇങ്ങനെ ഞാനാണ് ഏറ്റവും നല്ല ഫ്ലവർ, എന്നെ ആൾക്കാര് പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും, നല്ല സ്മെല്ലാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. റോസ് പ്ലാന്റിനെ കളിയാക്കുകയും ചെയ്യും. റോസ് പ്ലാന്റിന് മുള്ളുള്ളത് കൊണ്ട് ആരും ഇങ്ങനെ എടുക്കാനായിട്ട് അധികം ആൾക്കാർ വരില്ല. അപ്പൊ അതുകൊണ്ട് മുള്ളുണ്ട്, കാണാൻ വളരെ അഗ്ലി ആയിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ്, പ്ലാന്റ് കാണാൻ അഗ്ലി ആയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ ഫ്ലവർ റോസ് പ്ലാന്റിനെ എപ്പോഴും കളിയാക്കും. അപ്പൊ ഈ ഒരു ഗാർഡന്റെ അടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട്, കുട്ടികൾ അവിടെ കളിക്കാറുണ്ട്. അങ്ങനെ വന്ന് കളിച്ചുകൊണ്ടിരുന്നപ്പോ അവരുടെ പന്ത് എന്തോ ഈ ഗാർഡനകത്തേക്ക് വന്നു. കുട്ടികളെല്ലാം പന്തെടുക്കാനായിട്ട് വന്നപ്പോ നിറയെ ഫ്ലവേഴ്സ് കണ്ടു. അപ്പോ കുട്ടികള് കണ്ടപ്പോ അവര് വെറുതെ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ അത് പ്ലക്ക് ചെയ്യാനായിട്ടുള്ള, അങ്ങനെ അവരൊരു റോസ് ഫ്ലവർ പറിക്കാനായിട്ട് പോയപ്പോ അതിന്റെ മുള്ളു കൊണ്ടപ്പോൾ ഈ കുട്ടികൾ റോസ് പറിക്കാതെ ജാസ്മിൻ ഫ്ലവർ നിറയെ പറിച്ചെടുത്ത് അങ്ങനെ പോയി. അപ്പൊ ജാസ്മിൻ ഫ്ലവർ മനസ്സിലായി, മദർ നേച്ചർ റോസ് പ്ലാന്റിന് കൊടുത്തൊരു പ്രൊട്ടക്ഷൻ ആണ് ഈ തോൺസ് എന്ന് പറയുന്നത്. തോൺസ് ഉണ്ട് എന്ന് കരുതിയിട്ട് അത് അട്രാക്റ്റീവ് അല്ല എന്നുള്ളതല്ല, എല്ലാവർക്കും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, ഓരോ ഫീച്ചേഴ്സ് ഉണ്ട്. അതിനുശേഷം ജാസ്മിൻ ഫ്ലവർ ആരെയും കളിയാക്കാറില്ല. നിങ്ങൾ സിമിലർ സ്റ്റോറി കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ ഞാനൊരു കമ്പാരിസൺ സ്റ്റോറി എന്നുള്ള രീതിയിൽ അപ്പൊ ഇതിലൂടെ ഒരു മെസ്സേജും കുട്ടികൾക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ എഴുതിയതേ ഉള്ളൂ. നെക്സ്റ്റ് ലോങ് സ്റ്റോറി. ഇതുവരെ എഴുതിയ സ്റ്റോറികളെല്ലാം ചെറിയ ചെറിയ ഒറ്റ പാരഗ്രാഫ്, 2 പാരഗ്രാഫ് ഒറ്റ പേജിലായിരുന്നു. പക്ഷെ ലോങ് സ്റ്റോറി എഴുതാൻ എനിക്ക് എന്താ പറയാ, കുറെ ഒന്നും എഴുതാൻ പറ്റിയില്ല. 2 പേജിലായിട്ട് എഴുതി അത്യാവശ്യം. പക്ഷെ 2 സിറ്റുവേഷൻ വരുന്ന രീതിയിൽ ലോങ് സ്റ്റോറി എഴുതി. മീന ആൻഡ് ഹെർ പെറ്റ് എന്നുള്ള രീതിയിലാണ് എഴുതിയത്. ഒരു സാധു കുട്ടിയായിരുന്നു, ഒരു ചെറിയ വില്ലേജില് പാരന്റ്സുമായിട്ട് താമസിച്ചിരുന്നത്. അവളുടെ അച്ഛൻ ഒരു കോപ്ലർ ആയിരുന്നു, അമ്മ ഒരു ടൈലർ ആയിരുന്നു. അങ്ങനെ സാധാരണ ഫാമിലിയാന്ന് കാണിക്കാനൊക്കെ ആയിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു നിയർ ബൈ സ്കൂളില്. അങ്ങനെ അവള് എല്ലാരെയും റെസ്പെക്ട് ചെയ്യും, കെയർ ചെയ്യും. അങ്ങനെ ആ കുട്ടിയെ കുറിച്ചൊക്കെ ഒരു പാരഗ്രാഫ് ഒക്കെ ഇങ്ങനെ എഴുതി. എല്ലാവർക്കും അവളെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവള് സ്കൂളിൽ നിന്നും വരുന്ന വഴിക്ക് ഒരു പൂച്ചക്കുട്ടിയെ കണ്ടു. അത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അവള് ആ പൂച്ചക്കുട്ടിയെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് അതിന് കുറച്ച് പാലൊക്കെ കൊടുത്തു. അങ്ങനെ ആ പൂച്ചക്കുട്ടി മീനയായിട്ട് ഭയങ്കര ക്ലോസ് ആയി, കളിക്കാൻ തുടങ്ങി. അവള് സ്കൂളിൽ പോകുമ്പോഴേക്ക് സ്കൂളിന്റെ ഗേറ്റ് വരെ ചെല്ലും, പിന്നെ തിരിച്ച് അവള് വരുന്നത് കാത്തിരുന്ന് നിൽക്കും. അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഈ ഒരു പൂച്ചക്കുട്ടി മീന സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് സാധാരണ ഈ പൂച്ചക്കുട്ടി നിൽക്കുന്നിടത്ത് അതിനെ കാണുന്നില്ല. അങ്ങനെ അവൾക്ക് ഭയങ്കര വിഷമായി. വീട്ടിൽ വന്ന് നോക്കിയിട്ടൊന്നും കണ്ടില്ല. അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. മീനയ്ക്ക് ഭയങ്കര വിഷമായി, അവളുടെ അടുത്ത് അന്വേഷിച്ചു. അപ്പം അവള് കരയാനും തുടങ്ങി, പാരന്റ്സിനും വിഷമായി. അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അവള് സ്കൂളിൽ നിന്നും വരുന്ന വഴിക്ക് ഒരു പൂച്ചയുടെ കരച്ചിൽ കേട്ടു അടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ നിന്ന്. അവള് വേഗം അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോ ഒരു വലിയ പൂച്ച, ഒരു അമ്മ പൂച്ച ഇങ്ങനെ അവിടെ കിടന്ന് കരയുന്നു. അവളുടെ കുഞ്ഞി പൂച്ചയുണ്ടല്ലോ, കിച്ചൺ, ആ അമ്മ പൂച്ചയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട്. ആ അമ്മ പൂച്ച എന്തോ ഒരു വൂണ്ട്, അവരുടെ ദേഹത്ത് എന്തോ ഒരു മുറിവ് പറ്റി, അത് കാരണമാണ് കരയുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പൊ ഈ കുഞ്ഞി പൂച്ചയുടെ അമ്മയാണ് അതൊന്നും എനിക്ക് മനസ്സിലായി. അങ്ങനെ വേഗം തന്നെ അവളുടെ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നു. അവര് രണ്ടുപേരും കൂടെ അതിന് മരുന്നൊക്കെ വെച്ച് രണ്ടിനെയും വീട്ടിലേക്ക് കൊണ്ടുപോയി.
അങ്ങനെയൊക്കെയുള്ള ഒരു കഥ കേട്ടോ. അതൊക്കെ നോർമലി എല്ലാം കേൾക്കുന്ന സിമിലർ സ്റ്റോറീസ് ഒക്കെ ആയിരിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റോറി സോങ്. സ്റ്റോറി സോങ് തുടങ്ങിയുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസം പറഞ്ഞാൽ മതിയോ? ഒരുവിധം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ബാക്കിയുള്ളത് ഞാൻ അടുത്ത ദിവസം പറയാം. ചെറുതായിട്ടൊക്കെ ഇരുന്നൊന്ന് ആലോചിച്ചു തുടങ്ങിയിട്ടു. എഴുതാൻ പറ്റുന്നൊക്കെ എഴുതി വെച്ചു. ഓക്കെ, ദെൻ നമുക്ക് വേണ്ടി ചെയ്യാം. സൈൻ ഔട്ട് എന്തെങ്കിലും ഉണ്ടോ? വേണ്ടി ചെയ്യാം. യെസ്, ഓക്കെ, ബൈ. Thank you, ma'am.